ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति सुपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सगणललिता शिवशाखान्वितं च हे कृष्णा करुणा सिन्धु दीनबन्धो जगत्पते गोपेश गोपिका कान्द राधा कान्द नमोस्तुते तप्त काञ्चन गौराङ्गी राधे वृन्दावनेश्वरी विषवानुसुदे देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिधि नामिने नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा हरे कृष्ण 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 हरे 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 राम 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 हरे हरे। गुरुवे गौरचंद्राय राधिकाय तदालये कृष्णाय कृष्ण भक्ताय തദ്ഭക്തായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഹരി ഓം തത്സത്ത്. അടുത്ത ക്ലാസ്സിലേക്ക് ബൈ ഹാർട്ട് ചെയ്യാനുള്ള ശ്ലോകമാണ് ഇന്നത്തെ ഇത്. ഭഗവത്ഗീത ആസിറ്റീസ് 2-ാമത്തെ അധ്യായത്തിലെ 30-ാമത്തെ ശ്ലോകം. ദേഹി നിത്യം അബദ്ധ്യോയം ദേഹേ സർവസ്യ ഭാരത തസ്മാത് സർവാണി ഭൂതാനി നത്വം ശോചിതും അർഹസി. ദേഹി നിത്യം അവദ്ധ്യോയം ദേഹേ സർവസ്യ ഭാരത തസ്മാത് സർവാണി ഭൂതാനി നത്വം ശോചിതും അർഹസി. സ്മിത മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ദേഹി നിത്യമവദ്യോയം ദേഹേ സർവസ്യ ഭാരത തസ്മാത് സർവാണി ഭൂതാനി നത്വം ശോചിതുമർഹസി. ഹരേ കൃഷ്ണ. ശ്യാമള മാതാജി. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവ. ദേഹി നിത്യമവദ്യോയം ദേഹേ സർവസ്യ ഭാരത തസ്മാത് സർവാണി ഭൂതാനി നത്വം ശോചിതുമർഹസി. മംഗള മാതാജി. മാതാജി പറയൂ. ഓക്കെ. അപ്പൊ എന്റെ ഇയർഫോണിൽ കേൾക്കുന്നത്, ഞാൻ നേരത്തെ ഇയർഫോൺ കുത്തിയത്, അപ്പൊ കേൾക്കുന്നില്ല അല്ലേ? ഓം നമോ ഭഗവതേ വാസുദേവായ. ദേഹി നിത്യം അവദ്യോയം ദേഹേ സർവസ്യ ഭാരത തസ്മാത് സർവാണി ഭൂതാനി നത്വം ശോചിതുമർഹസി. വിവർത്തനം വായിക്കണേ പ്രഭുജി. വിവർത്തനം. ദിവ്യപൂജ ശ്രീമതി ശ്രീ ഭക്തിവേദാന്ത സ്വാമി ശില പ്രഭുപാദ് കി ജയ. ജയ ശില പ്രഭുപാദ്. ഹേ ഭാരത, ദേഹി അതായത് ദേഹത്തിൽ വസിക്കുന്ന സത്ത അനശ്വരനാണ്, അതിനെ കൊല്ലുവാൻ ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് ഏതൊരു ജീവനെ കുറിച്ചും നീ വ്യസനിക്കേണ്ടതില്ല. ഹരേ കൃഷ്ണ. O descendant of Bharata, he who dwells in the body can never be slain. Therefore, you need not grieve for any living being. അർജുനോട് ഭഗവാൻ പറയുന്നത്, ഇവിടെ അർജുനെ എങ്ങനെയാണ് സംബോധന? ഭാരത, അതായത് ഭരത മഹാരാജന്റെ ഡിസെൻഡന്റ് അല്ലെ, അതേ സെയിം ലീനേജിൽ അതേ കുലത്തിൽ വരുന്ന വില്ലാളി വീരനായ അർജുനെയാണ് ഇവിടെ അഡ്രസ് ചെയ്യുന്നത്. ഹി ഹു ഡ്വെൽസ് ഇൻ ദ ബോഡി ക്യാൻ നെവർ ബി സ്ലെയിൻ. അപ്പൊ ആരാണ് ഈ ദേഹത്തിൽ വസിക്കുന്നത്? അതിനെ ഒരിക്കലും നശിപ്പിക്കാൻ പറ്റില്ല അല്ലെ. ആരാണ്? ആത്മാവ്. ആത്മാവ് സച്ചിദാനന്ദമാണ്. ആ സച്ചിദാനന്ദമായിട്ടുള്ള ആത്മാവിനെ ഒരിക്കലും നശിപ്പിക്കാൻ പറ്റില്ല. Therefore, അതുകൊണ്ട് യു നീഡ് നോട്ട് ഗ്രീവ് ഫോർ എനി ലിവിങ് ബീങ്, അതായത് ഒരു ജീവാത്മാവിനെ പറ്റിയിട്ടും ദുഃഖിക്കേണ്ട ആവശ്യമില്ല. ദേഹം വന്നും പോയി കൊണ്ടിരിക്കും. ഓക്കെ, ആ ദേഹം പെർമനന്റ് അല്ല, അത് നമ്മുടേതല്ല, അത് പ്രകൃതി നമുക്ക് തന്നിരിക്കുന്നതാണ്. ഈ പ്രകൃതിയെ നമ്മൾ ആസ്വദിക്കാൻ വേണ്ടിയിട്ട്, നമ്മളുടെ ഇന്ദ്രിയ ഭോഗത്തിന് വേണ്ടിയതാണ്. ശരിക്കുള്ള വ്യക്തി ആരാണ്? ആത്മാവാണ്. ആത്മാവിന് ജനന മരണമില്ല. ഇതിന്റെ മുമ്പത്തെ ശ്ലോകം പറഞ്ഞ പോലെ.
അല്ലെ? ജാതസിഹി ധ്രുവ മൃത്യു ധ്രുവം ജന്മ മൃതസിഹ. ജനിച്ചു കഴിഞ്ഞാൽ അത് മരണമുണ്ട്, മരിച്ചു കഴിഞ്ഞാൽ ജന്മമുണ്ട്. എന്തിന്? ശരീരത്തിന്. പക്ഷെ ആത്മാവ് സച്ചിദാനന്ദമാണ്, അതിനെ നശിപ്പിക്കാൻ പറ്റില്ല. അതിനെ വെള്ളം കൊണ്ടോ അസ്ത്രം കൊണ്ടോ തീ കൊണ്ടോ കാറ്റ് കൊണ്ടോ ഒന്നുകൊണ്ടും നമുക്ക് നശിപ്പിക്കാൻ പറ്റില്ല. പിന്നെ എന്താണ് നമുക്കെന്തിനും അത്രയും പേടി? നമുക്കെല്ലാവർക്കും ഭയം. ഇതെല്ലാം ടെമ്പററി. ശരീരം ടെമ്പററിയാണ്. ഈ ശരീരത്തിനോട് സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും ടെമ്പററിയാണ്, അല്ലെ? എന്നിട്ടും നമുക്ക് ഇത് നശ്വരമാണ് എന്നിട്ട് അറിയാം. എന്നിട്ട് നമുക്ക് എന്തുകൊണ്ടാണ് ഇത്ര പേടി? എന്റെ ശരീരത്തിൽ എന്തെങ്കിലും പെയിൻ ആൻഡ് പ്ലഷർ എല്ലാവർക്കും ഉണ്ടായിരിക്കും. അത് ശരീരത്തിനും മനസ്സിനാണ് ഇതൊക്കെ അനുഭവിക്കുന്നത്. അല്ലാതെ നമ്മളുടെ ധനം നഷ്ടപ്പെടുമ്പോൾ, നമ്മുടെ പേരും പ്രശസ്തിയും നഷ്ടപ്പെടുമ്പോൾ, നമ്മളുടെ സ്വത്തുകൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടുമ്പോൾ, നമ്മളുടെ വേണ്ടപ്പെട്ട ആൾക്കാർ നഷ്ടപ്പെടുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഭയം. അയ്യോ, പോവോ? ബാങ്കിലത്തെ പൈസ അവിടെ ഉണ്ടായിരിക്കും, നാളെ ചെല്ലുമ്പോൾ ബാങ്ക് ബാങ്ക്രപ്റ്റ് ആവുമോ? നമ്മുടെ റിലേഷൻഷിപ്പിനത് ഇതെല്ലാം നമുക്ക് പേടി. കലികാലത്തിൽ എസ്പെഷ്യലി എല്ലാവർക്കും പേടി. അവനവന്റെ കയ്യിലുള്ളത് അത് നശിക്കുമോ? നല്ല പേടി. എല്ലാവർക്കും പേടിയാണ്. മരണത്തിനെ പേടി. ഇതെല്ലാം ടെമ്പററി ആണെങ്കിൽ എന്തുകൊണ്ട് ഭയക്കണം? എന്താണ് കാരണം? നമുക്കറിയാം വളരെ നന്നായിട്ട്, തത്വമായി ഫിലോസഫിക്കലി നമുക്കറിയാം ഇതെല്ലാം ടെമ്പററിയാണ്. ബ്രഹ്മാവിന്റെ സമയം നോക്കുമ്പോൾ അത് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡേ ഉള്ളൂ നമ്മളുടെ ഈ കാലയളവ് ജീവിതത്തിന്റെ. അപ്പോൾ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും ദുഃഖിക്കുന്ന എന്തിനാണ്? നമ്മുടെ അച്ഛനും അമ്മയും ടെമ്പററിയാണ്. നമ്മുടെ എല്ലാ സന്തുബന്ധങ്ങളും ടെമ്പററിയാണ്. നമ്മളും ടെമ്പററിയാണ്. നമ്മളുടെ കയ്യിലുള്ളതും ടെമ്പററിയാണ്. ഒന്നേ ഉള്ളൂ ശാശ്വതമായിട്ടുള്ളത്, അതാണ് ആത്മാവ്. പിന്നെ ആ ആത്മാവും പരമാത്മാവും തമ്മിലുള്ള ബന്ധം അതും ശാശ്വതമാണ്. ബാക്കിയെല്ലാം ടെമ്പററിയാണ്. അതുകൊണ്ടാണ് ഹി ഹു ഡ്വെൽസ് ഇൻ ദ ബോഡി ക്യാൻ നെവർ ബി സ്ലെയിൻ. ഒരിക്കലും അതിനെ നശിപ്പിക്കാൻ പറ്റില്ല. ആ ബന്ധത്തിനെ മുറിക്കാനും പറ്റില്ല. ആത്മാവും പരമാത്മാവും തമ്മിലുള്ള ബന്ധത്തിനെ നമുക്ക് മുറിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നശ്വരമായിട്ട് നശിക്കും ഇന്നല്ലെങ്കിൽ നാളെ. അപ്പൊ അതിനെപ്പറ്റി ദുഃഖിച്ചിട്ട് എന്താ കാര്യം? അപ്പൊ ഞാൻ ചോദിച്ച ചോദ്യം, ഇതെല്ലാം അറിഞ്ഞിട്ട് നമ്മൾ എന്തിനാ വീണ്ടും ദുഃഖിക്കുന്നത്? എന്താണ് കാരണം അതിന്? എന്തുകൊണ്ടാണ് നമ്മൾ ദുഃഖിക്കുന്നത്? ഇതൊക്കെ അറിയാം തത്വമായിട്ട്. എന്നിട്ടും നമ്മൾ ദുഃഖിക്കുന്നു. കാരണം എന്താ? നമുക്ക് സാക്ഷാത്കാരം കിട്ടിയിട്ടില്ല, ആത്മീയ സാക്ഷാത്കാരം കിട്ടിയിട്ടില്ല പ്രഭു. കാര്യങ്ങളൊക്കെ അറിയണുണ്ടെങ്കിലും കൂടി അത് സാക്ഷാത്കാരമായി കിട്ടണ്ടേ? നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങണുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അത് എനിക്ക് തോന്നുന്നു ശാരീരികമായിട്ടുള്ള ബന്ധം കൂടുതലുള്ളത് കൊണ്ട് തന്നെയായിരിക്കും. നമ്മൾ ജനിച്ച മുതൽ കാണുന്നവര്, അതിന്റെ ഇടയിൽ കയറി വരുന്നവരോടുള്ള അറ്റാച്ച്മെന്റ് തന്നെയാണ്. ഭഗവാനോടുള്ള അറ്റാച്ച്മെന്റ് കൂട്ടിയിട്ടില്ല. ഇതൊക്കെ തന്നെയാണ്. ഓക്കെ, ശരി. നമുക്ക് ഈശ്വര സാക്ഷാത്കാരം കിട്ടിയിട്ടില്ല. അപ്പൊ അതിന് ഇനിയിപ്പോ എന്താണ് ഒരു പോംവഴി? നമുക്ക് എങ്ങനെ അതിനെ നിവാരണം ചെയ്യാം? ഭക്തിയുത സേവനം. ഭക്തി സേവനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നിരന്തരമായിട്ടുള്ള ഭാഗവത ശ്രവണം, കീർത്തനം അതിൽ ഏർപ്പെട്ടാൽ തന്നെയാണ് ഇതിൽ നിന്ന്. അപ്പൊ എന്ത് സംഭവിക്കും? അപ്പം ഇത് കുറച്ചും കൂടിയും പക്വത വരും നമ്മളുടെ ചിന്താഗതിയിലൊക്കെ. ആ പക്വത വന്നിട്ട് കുറച്ചും കൂടിയൊക്കെ മുന്നോട്ട് പോയാലാണ് ശരിക്കുള്ള ഇതിൽ നിന്നുള്ളൊരു മോചനം, ഈ ഒരു ശരീരം അതങ്ങനെ നഷ്ടപ്പെട്ടാലുള്ള ഒരു മോചനം, അതിൽ നിന്നുള്ള ആ വിഷമത്തിൽ നിന്നുള്ള മോചനം, മുക്താവസ്ഥ എന്ന് പറയുന്നത്, അതിലേക്ക് എത്തണമെങ്കിൽ കുറച്ച് പ്രയാസമല്ല, കുറച്ച് ടൈമിങ് എടുക്കുന്നു മാത്രം. ഓക്കെ, ഹരിബോൾ. മംഗള മാതാജി പറയൂ. മംഗള മാതാജി കൈ ഉയർത്തിയിട്ടുണ്ടല്ലോ, അഭയമുദ്ര കാണിച്ചിട്ടുണ്ട്. ഹരേ കൃഷ്ണ പ്രഭുജി. ഞാൻ ഇയർഫോൺ വെച്ചിട്ടാണ്, അത് കേൾക്കണില്ല, എന്താണാവോ. പ്രഭുജി പറയണേ ശരിയാണോന്ന് അറിയില്ല. നമ്മൾ ഇവിടെ സേവനം ചെയ്യുന്ന പറഞ്ഞല്ലോ മാതാജി. ഇവിടെ സേവനം ചെയ്ത് കേൾക്കുന്നില്ല.
നമുക്ക് അവിടെ പോയാലും അതായത് ആ ഒരു സമയം പോലും നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് അങ്ങനെ ഉയരണം പ്രഭുജി. ഇവിടെയും സേവനം അവിടെയും സേവനം എന്നാകുമ്പോൾ നമുക്ക് മനസ്സിനെ പേടിക്കേണ്ട ആവശ്യമില്ല. സ്മിത മാതാജി എന്താണ് പറയാനുള്ളത്? കൃഷ്ണപ്രഭു, നമ്മള് ദേഹം എന്നുള്ള ചിന്ത ഉള്ളത് കൊണ്ടല്ലേ ഇത്രയും വിഷമം വരണേ നമുക്ക്. എത്ര നമ്മൾ അറിഞ്ഞാലും നമ്മള് ദേഹത്തിനോടുള്ള ആ ഒരു അറ്റാച്ച്മെന്റിന്റെ ആ ഒരു ഇതിലായിരിക്കണം നമുക്ക്. അരിബോൾ അതാണ് ശരിക്കുള്ള എക്സാക്ട്ലി അതാണ് അതിന്റെ ഇത്. ബാക്കിയൊക്കെ നിങ്ങൾ പ്രോസസ്സാ പറഞ്ഞത്. നിങ്ങൾ രണ്ടുപേരും അതിനെ എങ്ങനെ തരണം ചെയ്യാം എന്നുള്ള പ്രോസസ്. പക്ഷെ നമ്മൾ എന്തുകൊണ്ട് ഭയപ്പെടുന്നു, എന്തുകൊണ്ട് വിഷമിക്കുന്നു, അതിന്റെ കാരണം നമ്മളുടെ ഫോൾസ് ഐഡന്റിഫിക്കേഷൻ ആണ്. നിങ്ങൾ ശ്യാമളമാതാജിയും മംഗളമാതാജിയും പറഞ്ഞ് അതിനെ തരണം ചെയ്യാനുള്ള വിധി അത് പറഞ്ഞു. പക്ഷെ സ്മിതമാതാജി പറഞ്ഞ് അതിന്റെ എക്സാക്ട്ലി റീസൺ പറഞ്ഞു. റീസൺ അതായത് ആത്മാവ് സച്ചിദാനന്ദമാണ്. ഓക്കെ, അതിനെ നമുക്ക് ശുദ്ധീകരിക്കേണ്ട ഒരു ആവശ്യമില്ല. പല ആൾക്കാരും ആത്മാവിനെ ശുദ്ധീകരിക്കണം വിചാരിക്കും. ആത്മാവിനെ ശുദ്ധീകരിക്കേണ്ട ആവശ്യമില്ല. ആത്മാവ് ബൈ കോൺസ്റ്റിറ്റ്യൂഷൻ സച്ചിദാനന്ദമാണ്. അതിനെല്ലാം ശുദ്ധീകരിക്കണം. നമ്മളുടെ അന്ധകരണത്തെയാണ് ശുദ്ധീകരിക്കേണ്ടത്. എന്താണ് അന്ധകരണം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഫാൾസ് ഈഗോ. ഫാൾസ് ഈഗോവിനെ നമ്മളെ ട്രൂ ഈഗോയിലേക്ക് കൊണ്ടുവരണം. ഇപ്പം മാതാജി പറയുന്ന പോലെ ആ ഫാൾസ് ഈഗോ കാരണം നമ്മൾ ഒരു ശരീരസ്ഥനാകുന്നു, ഈ ശരീരധാരിയാകുന്നു, ഞാൻ ശരീരമാകുന്നു എന്നുള്ള ആ ശാരീരിക അവബോധത്തോടു കൂടി ജീവിക്കുന്ന ഒരു വ്യക്തിയായിത്തീരുന്നു. ആത്മാവിനെ വിട്ടിട്ട് ശാരീരിക അവബോധം, കൃഷ്ണ കോൺഷ്യസ്നസ്, കൃഷ്ണാവബോധമല്ലാതെ നമ്മൾ ശാരീരിക അവബോധത്തിൽ ജീവിക്കുമ്പോഴാണ് ഇത് തോന്നുന്നത്, ഫാൾസ് ഈഗോ. പിന്നെ നമുക്ക് നമ്മളുടെ ബുദ്ധി, നമ്മുടെ മനസ്സ്, ഇതെല്ലാം എന്താണ് മെറ്റീരിയൽ ഇന്റലിജൻസും മെറ്റീരിയൽ മൈൻഡുമാണ്. അതിനെ ശുദ്ധീകരിക്കണം. അപ്പൊ നമ്മുടെ കോൺഷ്യസ്നെസ് എവിടുന്ന വരുന്നത്? കോൺഷ്യസ്നെസ്. അപ്പോൾ മൈൻഡ്, ഇന്റലിജൻസ്, ഈഗോ ആൻഡ് കോൺഷ്യസ്നെസ്, ഈ നാലെണ്ണത്തിനെ നമ്മൾ ശുദ്ധീകരിക്കണം. ഈ നാലെണ്ണത്തിനെ ശുദ്ധീകരിക്കുമ്പോൾ മാത്രമേ നമ്മൾ ഞാൻ ഈ ശരീരമല്ല, ഞാൻ ആത്മാവാണ്, തത്വത്തിനും അതല്ല, അത് റിയലൈസേഷൻ കൂടി വരണം. ഫിലോസഫിക്കലി മാതാജി പറഞ്ഞ പോലെ, ശ്യാമള മാതാജി പറഞ്ഞ പോലെ നമുക്കറിയാം ഫിലോസഫിക്ക്. പക്ഷെ ഇത് നമ്മൾ ആ തത്വത്തിൽ ജീവിക്കന്നെ വേണം. അപ്പോൾ നമ്മളുടെ ആത്മാവിനെ കവർ ചെയ്തിരിക്കുന്ന ഒരു ബോഡിയാണ് സെറ്റിൽ ബോഡി. നമ്മള് ആക്ച്വലി ഞാനിപ്പോൾ ഒരു കണ്ണടയിലാണ് കാണുകയാണ്, എനിക്കെല്ലാം ക്ലിയർ ആയിട്ട് ക്ലാരിറ്റിയോടുകൂടി എല്ലാം കാണാൻ പറ്റും. ഓക്കെ, ഈ ലാപ്ടോപ്പിന്റെ കളർ എന്താണ്, ഈ ടി വിയുടെ കളർ എന്താണ്, ടേബിളിന്റെ കളർ എന്താണ്, ഇതെല്ലാം അറിയാം. ഇപ്പൊ ഞാനൊരു ചുവന്ന ഗ്ലാസ് ഇട്ട് നോക്കുകയാണെങ്കിൽ എനിക്കെല്ലാം ചുവന്നായിട്ട് കാണും. ഒരു പച്ച ഗ്ലാസ് ഇട്ട് നോക്കുകയാണെങ്കിൽ എല്ലാം പച്ചയായിട്ട് കാണും, അല്ലേ? അതേപോലെ മഞ്ഞ ഗ്ലാസ് ആണെങ്കിൽ മഞ്ഞയായിട്ട് കാണും. അതേപോലെ ആത്മാവും ആവരണപ്പെട്ട് കിടക്കുന്ന ഒരു ലിവിങ് എനർജി, ആ ജീവാത്മാവിനെ ഫാൾസ് ഈഗോ ലെൻസ് കൂടെ കാണുമ്പോൾ, മെറ്റീരിയൽ മൈൻഡ് കൂടെ കാണുമ്പോൾ, മെറ്റീരിയൽ ഇന്റലിജൻസ് കാണുമ്പോൾ ആ ശാരീരിക അവബോധം നമുക്ക് മനസ്സിലാക്കപ്പെടുന്നു. അപ്പൊ അതിന്റെ ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ അല്ല. കാരണം ഈ നമ്മൾ നീല ഗ്ലാസ്, പച്ച ഗ്ലാസ്, ചുവപ്പ് ഗ്ലാസ് കൂടെ കാണുന്ന ഒരു എഫക്റ്റ് ആണ് ഈ ഫാൾസ് ഈഗോ നമുക്ക് ഒരു പ്രതീതി ഉണ്ടാക്കി തരുന്നത്. നമ്മുടെ മെറ്റീരിയൽ മൈൻഡും മെറ്റീരിയൽ ഇന്റലിജൻസും ഫാൾസ് ഈഗോ കാരണം നമ്മൾ കാണുന്ന ശരിക്കും കാണേണ്ടതല്ല, ആസിറ്റീസ് കാണുന്നില്ല, ആസിറ്റീസ് കാണുന്നില്ല. നമ്മള് ആ കളർ ഗ്ലാസ്സിൽ കൂടെ കാണുമ്പോൾ വ്യത്യസ്തമായി കാണുന്നു, ഒറിജിനൽ ആയിട്ടുള്ള ഒന്നും കാണുന്നില്ല. അപ്പൊ അതിനെ ശുദ്ധീകരിക്കണം, അന്ധകരണത്തിനെ ശുദ്ധീകരിക്കണം, മെറ്റീരിയൽ മൈൻഡിനെ ശുദ്ധീകരിക്കണം, മെറ്റീരിയൽ ഇന്റലിജൻസിനെ ശുദ്ധീകരിക്കണം, കോൺഷ്യസ്നെസ്സിനെ ശാരീരിക അവബോധം കൃഷ്ണാവബോധത്തിലേക്ക് ശുദ്ധീകരിക്കണം. അപ്പോൾ മാത്രമേ നമുക്ക് ഈ കാര്യങ്ങൾ വ്യക്തത കിട്ടുള്ളൂ. പിന്നെ അതിനുള്ള പ്രോസസ്സ് യെസ്, ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, മദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം, ഭക്തിയുത സേവനം, തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അത് ആ പ്രോസസ്സിലൂടെ ഇതിനെ ശുദ്ധീകരിക്കപ്പെടും. അതാണ് പറയുന്നത്, ഇതെല്ലാം നശ്വരമാണ്, അതുകൊണ്ട് നമ്മൾ ഇതിനെപ്പറ്റി വിഷമിക്കേണ്ട എന്ന് അർജുനോട് ഭഗവാൻ പറയാണ്. അപ്പോ അന്ധകരണത്തിനെ നമ്മൾ ശുദ്ധീകരിച്ചാൽ മാത്രമാണ് നമുക്ക് ആ ശാരീരിക അവബോധം കൃഷ്ണാവബോധത്തിലേക്ക് ഉണ്ടാവും. അപ്പോൾ അതിന്റെ ആത്മാവിന്റെ ശരിക്കുള്ള സച്ചിദാനന്ദ സ്റ്റേറ്റിലേക്ക് വരും. ഇപ്പൊ അത് കവേർഡാണ്. തീനെ, അഗ്നിയെ എങ്ങനെ
ചാരം കൊണ്ട് കവർ ചെയ്യുന്നു, അല്ലെങ്കിൽ സ്മോക്ക് കൊണ്ട് കവർ ചെയ്യുന്നു. തീനെ കാണുന്നില്ല, കാരണം സ്മോക്ക് ഉണ്ട് അല്ലെങ്കിൽ ചാരമുണ്ട്. തീനുണ്ട് അവിടെ. അതേപോലെ നമ്മുടെ ഈ സ്പാർക്കാവുന്ന ഈ ആത്മാവുണ്ട്, പക്ഷെ ആത്മാവ് അതിനെ ആവരണപ്പെട്ടിരിക്കുന്ന സട്ടിൽ ബോഡി, പോളിസിക്കോ ഇന്റലിജൻസ് ആൻഡ് മൈൻഡ്. മെറ്റീരിയൽ ഇന്റലിജൻസ്, മെറ്റീരിയൽ മൈൻഡ് ആൻഡ് ഫോൾസിക്കോ, ഇത് ആവരണപ്പെട്ട് കിടക്കുകയാണ് ഈ ആത്മാവിനെ കൊണ്ട്. അതുകൊണ്ട് അതിന്റെ തനി നിറം അതിന് മനസ്സാവുന്നില്ല. അപ്പൊ വേറെ നിറത്തിലാണ് കാണുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ ആയി പ്രഭുജി. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. അടുത്തത് മാതാജി കഴിഞ്ഞ 2 ക്ലാസ് ആയിട്ട് പറയാൻ തുടങ്ങി. ഒരു ചെറിയ സ്റ്റോറി ഹരേ പറയാം. കൃഷ്ണ പ്രഭു, ഒരു ഡൗട്ട്. ഈ ഒരു ചോദ്യം ഇത് സാധാരണ നമ്മളെ പോലുള്ളവർക്കല്ല, മറ്റുള്ളവർക്ക് കൊല്ലണോണ്ട് കുഴപ്പമില്ല എന്നുള്ള ഒരു പ്രതീതിയും കൂടി ഉണ്ടാക്കുന്ന ഒരു ശ്ലോകാണ് അല്ലേ ഇത്? അതെ അതെ. തീവ്രവാദികൾക്ക് ഇത് വെച്ചിട്ട് എന്തും ചെയ്യാന്നൊരു തോന്നലുണ്ടാക്കുന്ന എന്ത് ഒരു ചെയ്യാന്ന് ശ്ലോകം. വെച്ചാൽ അതിനുള്ള അതോറിറ്റി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം. നമുക്ക് ഒരാളുടെ ഇപ്പൊ ഗവൺമെന്റ് പറയാണ് ഒരു യുദ്ധം ചെയ്യാൻ പോകുമ്പോ അത് നമ്മൾ ചെയ്തേ പറ്റും. നമ്മുടെ പ്രൊഫഷൻ, നമ്മുടെ ഡ്യൂട്ടി, ഓക്യുപ്പേഷൻ ആണെങ്കിൽ. അല്ലാണ്ട് വിംസിക്കലി ഒരാളെ നമ്മുടെ ജീവൻ കൊടുക്കാനും നമുക്ക് പറ്റില്ല, ജീവൻ എടുക്കാനും പറ്റില്ല. പക്ഷെ ഒരു അതോറിറ്റി പറയണ, ഒരു രാജാവ് പറയണ, ഒരു സത്യനിഷ്ഠയുള്ള രാജാവ് പറയണ, രാജ്യം പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശത്രുക്കളെ നമ്മൾ ധരിക്കണം. പിന്നെ ഒരു കുറ്റവാളിയെ സമൂഹത്തിലെ മറ്റുള്ള വ്യക്തികളെ ആ കുറ്റവാളിയിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയിട്ട്, രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവരെ കൊല്ലുന്നതൊക്കെ അതൊക്കെ ജസ്റ്റിഫൈഡ് ആണ്, ജസ്റ്റിഫയബിളും ആണ്. പക്ഷെ വിംസിക്കലി എൻ്റെ ഒരു ശത്രുത ഒരാളോട് തീർക്കാൻ വേണ്ടിയിട്ട് ഒരാളെ ഒരു അതോറിറ്റീനായിട്ട് കൊല്ലുന്നത് അത് ഇതല്ല. ഇപ്പൊ അർജുനൻ ഇവിടെ യുദ്ധം ചെയ്യുന്നു, എത്രയോ ആൾക്കാർ മരിക്കുന്നു. പക്ഷെ അതിന്റെ ആ കർമ്മഫലം അർജുന് കിട്ടുന്നില്ല. കാരണം ഭഗവാന്റെ നിർദ്ദേശപ്രകാരമാണ്, അവിടെ ധർമ്മം പരിപാലിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോ അതുകൊണ്ട് ഇതില്ല. അപ്പോ എന്താണ് പറയാ, മഹാഭാരതത്തില് ഒരു ശ്ലോകമുണ്ട്, അഹിംസ പരമോധർമ്മോ. നമ്മളത് മാത്രം പകുതി മാത്രം കേൾക്കുന്നുള്ളൂ. ഭഗവത്ഗീതയിൽ വേറെ ശ്ലോകമുണ്ട്, സമൂഹം സർവഭൂതേഷു നമേ ദേശസ്തി നാപ്രിയ. അത് മാത്രമേ നമ്മൾ കേൾക്കുന്നുള്ളൂ. അതിനുശേഷം ഏ ഭജന്തി തു മാം ഭക്തിയാ മയി തേ തേഷു ചാപ്യഹം, അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല അതിൻ്റെ അർത്ഥം. അതേപോലെ മഹാഭാരതത്തിലും എന്താണ്, അധർമ്മോ പരമോ ധർമ്മ. അധർമ്മമാണ് പരമമായിട്ടുള്ള ധർമ്മം. തീർച്ചയായിട്ടും അഹിംസമാണ് പരമമായിട്ടുള്ള ധർമ്മം. അഹിംസ പരമോധർമ്മം. നമ്മൾ അതാണ് ഫോളോ ചെയ്യുന്നത്. സനാതന ധർമ്മം അതാണ്. പക്ഷെ അതിന്റെ സെക്കൻഡ് ഹാഫ് എന്താണ്, ധർമ്മഹിംസ തഥൈവച അല്ലേ? അഹിംസ പരമോധർമ്മോ, അഹിംസന് പരം ധർമ്മം. അപ്പൊ നമ്മൾ ഒരാളെ കൊല്ലുന്നത് തെറ്റാണ്, ചെയ്യാൻ പാടില്ല. പക്ഷെ രണ്ടാമത്തെ ലൈൻ എന്താ പറയുന്നത്, ധർമ്മഹിംസ തഥൈവച. ധർമ്മത്തിന് വേണ്ടി ഹിംസ ചെയ്യുന്നത് അതേപോലെ തന്നെയാണ്. ഏതേപോലെ അഹിംസ പരമോധർമ്മോ. അതെങ്ങനെ പരം ധർമ്മമാവുന്നത്? അതുപോലെ ഈ ഹിംസ ചെയ്യുന്നതും അതും പരം ധർമ്മമാണ്, ധർമ്മത്തിനെ രക്ഷിക്കാനാണെങ്കിൽ. അപ്പോ നമ്മുടെ സനാതന ധർമ്മം ഫോളോ ചെയ്യുന്ന ഗാന്ധിജി പകുതിയെ കേട്ടിട്ടുള്ളൂ. എല്ലാം അഹിംസ. എന്ത് എന്നാലും ഒരു ചെവിടത്ത് അടിച്ചാൽ മറ്റേ ചെവിടത്ത് കാണിച്ചു കൊടുക്കുക, അടിച്ചോട്ടെ. ഒരാള് തൻ്റെ അമ്മയോ പെങ്ങന്മാരെ അല്ലെങ്കിൽ ഭാര്യയെ അല്ലെങ്കിൽ മക്കളെ ആരെങ്കിലും ബലാത്സംഗം ചെയ്താൽ മുണ്ടാണ്ടിരിക്കുക, അതല്ല പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ചെയ്താൽ അത് അധർമ്മമാണ്. ദ്രൗപദി മാതാവിനെ അങ്ങനെ എല്ലാവരും ഒരുമിച്ച് ബലാത്കാരമായിട്ട് നിറഞ്ഞ സഭയില് വസ്ത്രാക്ഷേപം ചെയ്യുന്ന സമയത്ത് ഇവരെല്ലാവരും, ഈ വലിയ വലിയ വ്യക്തികളെല്ലാം, ഭീഷ്മാചാര്യരടക്കം തലകുണിച്ചിരുന്നു. ധർമ്മമാണോ അധർമ്മമാണോ അവിടെ നടന്നത്? എന്താണ് നടന്നത്? അധർമ്മം അല്ലേ? അപ്പൊ അവർക്ക് അവരുടെ ആ ഒരു പ്രതിജ്ഞയായിരുന്നു വലുത്. ഇവിടെ ഈ ധർമ്മത്തിനെക്കാട്ടിലും അവരെ നശിപ്പിക്കുക ആണ് ചെയ്യേണ്ടത്. ആ സമയത്ത് ഇങ്ങനത്തെ ഒരു കൃത്യം ചെയ്യുന്ന സമയത്ത് അവരെ ഉന്മൂലനാശനം ചെയ്യാണ് വേണ്ടത്. പക്ഷെ അവർ ചെയ്തില്ല. അതുകൊണ്ടാണ് അവർക്കെല്ലാം
അതെല്ലാം ലീലയുടെ ഭാഗമാണെങ്കിലും കൂടിയിട്ട് നമ്മളെ പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോ നമ്മള് അഹിംസ ഉയർത്തിപ്പിടിക്കുന്നു, അതാണ് പരമമായിട്ടുള്ള ധർമ്മം. അതേസമയത്ത് തന്നെ ധർമ്മച്യുതി വരുമ്പോ ധർമ്മത്തിനെ പരിപാലിക്കാൻ വേണ്ടിയിട്ട് ഹിംസ ചെയ്യുന്നത് അതും പരംധർമ്മമാണ് എന്ന് മഹാഭാരതം പഠിപ്പിക്കുന്നു. അപ്പൊ അതാണ് മിക്ക ആൾക്കാരും തെറ്റ്, നമ്മുടെ സനാതന ധർമ്മം ഹിന്ദു ധർമ്മം ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് പറ്റുന്ന വലിയൊരു തെറ്റാണ്. നമ്മൾ പകുതിയെ കേൾക്കുന്നുള്ളൂ, മറ്റേ പകുതി കേൾക്കുന്നില്ല. അതേപോലെ ഭഗവാൻ നേരത്തെ പറഞ്ഞ പോലെ ഭഗവത്ഗീതയിലും സമോഹം സർവഭൂതേഷു നമേ ദേശീയോസ്തി പ്രജ്ഞാപ്തി, എല്ലാവരോടും എനിക്ക് ഈക്വൽ ആണ്. ഒരാളോടും അതായത് വെറുപ്പില്ല, ഒരാളോടും ഇഷ്ടമില്ല. യെസ്, ഭഗവാൻ എല്ലാവർക്കും ഈക്വൽ ആയിട്ട് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നു. ഒരാളോടും ഇല്ല, എല്ലാ ജീവജാലങ്ങളോടും സെയിം ഒരു അനുഭവമാണ് ഭഗവാനുള്ളത്. പക്ഷേ ഭജന്തി തുമാം ഭക്തിയ മൈത്തേത്തെ ആരാണോ എൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കുന്നത്, ആരാണോ ഞാൻ പറയുന്ന പോലെ നടക്കുന്നത്, ജീവിക്കുന്നത്, എൻ്റെ പ്രീതിക്ക് വേണ്ടി ജീവിക്കുന്നത്, അവരോട് എനിക്ക് പ്രത്യേക ഒരു കൂറുണ്ട്, സ്നേഹമുണ്ട്. അപ്പൊ അവിടെ ഭഗവാൻ പാർഷ്യാലിറ്റി കാണിക്കാണ്. പാർഷ്യാലിറ്റി ഇല്ലാണ്ട് പാർഷ്യാലിറ്റി കാണിക്കാണ്. ഹരേ കൃഷ്ണ പ്രഭുജി. യെസ്. മാതാജി ഇപ്പൊ ചോദിച്ചില്ലേ, അതിപ്പോ കൊല ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കണ ഒരു ഫോഴ്സ്ഫുള്ളി ഉള്ള ശ്ലോകാണോന്ന്. അപ്പൊ ഈ ശ്ലോകം പറയണതിന്റെ മുന്നേ മാതാജി ഇപ്പൊ ചോദിച്ചില്ലേ ഈ ഒരു ശ്ലോകം, അതായത് ജാതസിഹി ധ്രുവോർ മൃത്യു, അതന്നല്ലേ ഇപ്പൊ പറഞ്ഞത്? ഇപ്പൊ ചർച്ച ചെയ്തോണ്ടിരിക്കുന്ന ശ്ലോകല്ലേ പ്രഭുജി? അതില് പിന്നെ എന്താ പറയാ, ശരീരമല്ല ആത്മാവാണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മരിക്കണോണ്ട് കുഴപ്പമില്ല എന്നാണല്ലോ പറയണത്, ദേഹി നിത്യമോദ്യോ എന്ന്. അപ്പൊ ആ ശ്ലോകത്തിന് മുന്നേ 21-ാമത്തെ ശ്ലോകത്തിൽ പറയണില്ലേ, അതായത് ആത്മാവിനെ അറിയുന്ന ഒരാൾക്ക് ആരെയും കൊല്ലാനോ പിന്നെ കൊല്ലാതിരിക്കാനോ പറ്റില്ല എന്നുള്ളത്, അത് പറഞ്ഞിട്ട് കൺവിൻസ് ചെയ്തൂടെ? ചുരുക്കത്തിൽ ഓരോരുത്തർക്കും ഒരു അതോറിറ്റി ഉണ്ട് അല്ലേ? ഇപ്പൊ നമ്മളൊരു കമ്പനിയിൽ ജോലി ചെയ്യാണ്, ഒരു റിസപ്ഷനിസ്റ്റ്, ഒരു ക്ലർക്ക്, ഒരു ഓഫീസർ, ഒരു സൂപ്പർവൈസർ, ഒരു മാനേജർ, ഇവർക്കെല്ലാം ഒരു അതോറിറ്റി ഉണ്ട്. ആ അതോറിറ്റിയിൽ നിന്നുകൊണ്ട് നിയമാനുസരണം ചെയ്യാനുള്ള എല്ലാ അധികാരവും എല്ലാവർക്കും ഉണ്ട്. അല്ലാണ്ട് ആത്മാവ് മരിക്കുന്നില്ല, അതുകൊണ്ട് എനിക്ക് എല്ലാവരെയും അവരുടെ ശരീരം നശിപ്പിക്കാം എന്നുള്ള അധികാരം ആർക്കുമില്ല. ആത്മാവ് കുടികൊള്ളുന്ന ശരീരത്തിലാണ്. ആ ശരീരം ഇൻടാക്റ്റ് ആയിരിക്കണം, ഹെൽത്തി ആയിരിക്കണം. അപ്പൊ അതിനെ നശിപ്പിക്കാൻ ഒരാൾക്കും അവകാശമില്ല. ഭഗവാനാണ് സൃഷ്ടിച്ചിരിക്കുന്നത്, ഭഗവാന് മാത്രമേ ഉള്ളൂ, ഒരാർക്കും ഇല്ല. അത് അതിൻ്റെതായിട്ടുള്ള നാച്ചുറൽ കോഴ്സിൽ വരുന്നു പോകുന്നു. അതിൻ്റെ ഇടയിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ, അതിനെ ഡിസ്റ്റർബ് ചെയ്യാൻ നമ്മൾ പാടില്ല. അൺലെസ് ആൻഡ് അണ്ടിൽ വി ഹാവ് റൈറ്റ്, വി ഹാവ് അതോറിറ്റി. അപ്പോൾ ഒരു രാജ്യത്തിന് ചില അതോറിറ്റീസ് ഉണ്ട്. രാജാവ്, ആ രാജാവിൻ്റെ ഇൻസ്ട്രക്ഷൻ പ്രകാരം, നിർദ്ദേശപ്രകാരം പ്രജകൾക്ക് ആക്ട് ചെയ്യാം. അതിന്റെ ഉത്തരവാദിത്വം രാജാവ് ഏറ്റെടുക്കുന്നു. ഭഗവാൻ കൃഷ്ണൻ അർജുനോട് പറയുന്നു യുദ്ധം ചെയ്യാൻ, ശത്രുക്കളെ നശിപ്പിക്കാൻ. അതിന്റെ ഉത്തരവാദിത്വം ഭഗവാൻ കൃഷ്ണൻ ഏറ്റെടുക്കുന്നു. ഒരു മിലിറ്ററി കമാൻഡർ ഇൻ ചീഫ് പറയുന്നു സൈനികരോട് യുദ്ധം ചെയ്യാൻ, ശത്രുക്കളെ നശിപ്പിക്കാൻ. അതിന്റെ ഉത്തരവാദിത്വം ആരേറ്റെടുക്കുന്നു? മിലിറ്ററി കമാൻഡർ ഇൻ ചീഫ് ഏറ്റെടുക്കുന്നു. അതുകൊണ്ട് ആർക്കും വിംസിക്കലി ഒരാളെയും നശിപ്പിക്കാൻ പാടില്ല. അത് പ്രകൃതി നിയമമാണ്. ഭഗവാന്റെ നിയമം അതാ പറയുന്നത്, ഒരു സിവിൽ ലോസും അതാ പറയുന്നത്. ഒരു രാജ്യത്ത് ഒരു വ്യവസ്ഥ ഉണ്ടെങ്കിൽ ആ വ്യവസ്ഥ പ്രകാരം പോകണം. ഒരാൾക്കും പവറോ അല്ലെങ്കിൽ അധികാരമോ നിയമമോ കയ്യിലെടുക്കാനുള്ള അവകാശമില്ല. ക്ലിയർ? അതല്ല, അത് ഭഗവത്ഗീതയിലെ ഏതെങ്കിലും ശ്ലോകമായിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? ഈ ശ്ലോകങ്ങളെല്ലാം ഡയറക്ട്ലി ഇൻഡയറക്ട്ലി തന്നെ പറയുന്നത്. ഈ പറഞ്ഞ ശ്ലോകങ്ങളെല്ലാം ഡയറക്ട്ലിയും ഇൻഡയറക്ട്ലിയും ഇതന്നെ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഒരു ശ്ലോകം ഇങ്ങനെയാണ് ഇട്ടാന്ന് പറഞ്ഞിട്ട് അതുമ്മ മാത്രം തൂങ്ങാൻ പാടില്ല എന്ന് മാത്രം. അതിന് കൊട്ടേഷൻ കൊടുക്കണം, അതിന് കൊട്ടേഷൻ കൊടുക്കണം. ഇന്നതിൽ അത് പറഞ്ഞിട്ടുണ്ട്, മറ്റേ ശ്ലോകത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് വേണ്ടിയിട്ട്, അതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി ഒരുപാട് ശ്ലോകങ്ങൾ നമുക്ക് കോട്ട് ചെയ്യാം. അതിന് ഉദാഹരണങ്ങൾ കൊടുക്കാം, ശാസ്ത്രത്തിനുള്ള ഇൻസിഡൻസ്, ഭീഷ്മാചാര്യരുടെ വസ്ത്രാക്ഷേപത്തിന്റെ, ചൂതുകളിയുടെ, മറ്റുള്ള സബോട്ടേജസ്, അരക്കില്ലം കത്തിച്ചത്, പോയസം കൊടുത്തത്, ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇതൊക്കെ അവർ ചെയ്തത് എന്താണ്? ദ്വേഷം കൊണ്ടാണ്, വെറുപ്പ്. ഭഗവാൻ എന്താ പറയണത്?
നമ്മെ ദേഷ്യസ്ഥ നാപ്രിയ. അതേപോലെ നമ്മളും അതേപോലെ ഒരാളുടെ വെറുപ്പും പാടില്ല, ഒരാളുടെ പ്രിയവും പാടില്ല, ന്യൂട്രൽ ആയിരിക്കണം. പക്ഷെ അതേസമയം നമുക്ക് നമ്മുടെ ആൾക്കാരോട് ഒരു പ്രീതി ഉണ്ടായിരിക്കും. കാരണം ആ ഒരു റിലേഷൻഷിപ്പ്, അവര് നമ്മളോട് കാണിക്കുന്ന സ്നേഹം, അത് സർവ ഒരു എന്താ പറയുക, സർവ്വസാധാരണമായിട്ടൊരു നാച്ചുറൽ ഇൻട്രിൻസിക് അന്തർലീനമായിട്ടുള്ള സഹജമായിട്ടുള്ള ഒരു ബിഹേവിയറൽ പാറ്റേൺ എല്ലാ ജീവജാലങ്ങളും കാണാം അല്ലേ? അവരവരുടെ ആ ഒരു ഗ്രൂപ്പിനോട് ഒരു മമത. പക്ഷെ അതിലും ഉയർന്നിട്ടായിരിക്കണം ഒരു ഡിവോട്ടി. എല്ലാവരെയും ഈക്വലായിട്ട് കാണും. പക്ഷെ ഈക്വലായിട്ട് കണ്ട ആ കാണുന്ന സമയത്തും നമ്മൾ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ അറിഞ്ഞിരിക്കുമാണ്. അപ്പൊ നമ്മൾ മാതാജി പറഞ്ഞ പോലെ ഒരേ ഒരു ശ്ലോകത്തിൽ തൂങ്ങി പിടിച്ച് നിൽക്കാൻ പാടില്ല. അതിന്റെ മനസ്സിലാക്കിയിട്ട് അതിനെ മറ്റുള്ള ശ്ലോകം കൊണ്ട് സപ്പോർട്ട് ചെയ്തിട്ട് അത് നമ്മൾ മനസ്സിലാക്കണം. ഹരേ കൃഷ്ണ പ്രഭുജി. അപ്പൊ 21-ാമത്തെ ശ്ലോകം ജസ്റ്റ് ഒന്ന് വിവർത്തനത്തിലൂടെ ഒന്ന് പറഞ്ഞുതരാൻ പറ്റുമോ പ്രഭുജി? 21. ഓക്കെ. Veda Vinasham Nityam. Okay. Oh Partha, how can a person who knows that the soul is indestructible, eternal, unborn and immutable kill anyone or cause anyone to kill? അതായത് അർജുൻ വിചാരിക്കുന്നത് ഇവരെല്ലാം ഞാൻ വധിച്ചാൽ ഞാനാണ് അതിന്റെ കാരണക്കാരൻ. പക്ഷേ ഭഗവാൻ പറയുന്നു, ഈ ശരിക്കുള്ള പേഴ്സൺ എന്ന് പറഞ്ഞ ആത്മാവാണ്. ആ ആത്മാവിനെ ഒരാൾക്ക് നശിക്കാൻ പറ്റില്ല. ശരീരം മാത്രമാണ് നശിക്കുന്നത്. ശരീരം വന്നും പോയും കൊണ്ടിരിക്കും. ഇന്നും മനുഷ്യൻ ശരീരം, നാളെ മൃഗത്തിന്റെ, പിന്നെ പക്ഷികളുടെ, പിന്നെ കൃമികീടങ്ങളുടെ, പിന്നെ വൃക്ഷത്തിന്റെ, ഇത് വന്നു പോയിക്കൊണ്ടിരിക്കും. ഇത് അവരുടെ കർമ്മം അനുസരിച്ച് കിട്ടിക്കൊണ്ടിരിക്കും. പക്ഷേ ആത്മാവിന് മരണമില്ല, അതിന് ബിഗിനിങ് ഇല്ല, എൻഡിങ് ഇല്ല, മിഡിലില്ല. അതുകൊണ്ട് ഒരാളെ കൊല്ലാനും കൊല്ലപ്പെടാനും ഒന്നും നമുക്ക് സാധിക്കില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് നമ്മളുടെ ഇഷ്ടപ്രകാരം എല്ലാവരും നശിപ്പിക്കാം, അതും ധരിക്കണ്ട. അത് പല ശ്ലോകങ്ങളായിട്ട് പറയുന്നുണ്ട്. അതും ധരിക്കണ്ട. നമ്മൾ അതിനുള്ള അതോറിറ്റി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ആ അതോറിറ്റി നമുക്ക് ആർക്കുണ്ടാവണം? അതിൻ്റെ ഒരു മേധാവിക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു രാജാവ്, അവർക്ക് ഓർഡർ ചെയ്യാൻ പറ്റും, നിർദ്ദേശിക്കാൻ കൊടുക്കാൻ പറ്റും. ഇന്നാളെ, അതായത് ശത്രുക്കളാണ്, അവര് നിയമവിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നു, അവരെ നശിപ്പിക്കാൻ പറഞ്ഞാൽ നശിപ്പിക്കാനുള്ള അധികാരമുണ്ട്. അല്ലാണ്ട് ആർക്കും ഒരു റോഡിൽ ചെന്ന് പോലീസിന് എന്തെങ്കിലും ഒരാൾ കുറ്റകൃത്യം ചെയ്താൽ അടിക്കാനുള്ള അധികാരമുണ്ട്. എനിക്ക് അധികാരമില്ല. അത് കാണണമെങ്കിൽ ഞാൻ പോലീസിൽ റിപ്പോർട്ട് ചെയ്യാനേ പറ്റുള്ളൂ. എനിക്ക് നിയമം കയ്യിലെടുക്കാനുള്ള അധികാരമില്ല. അപ്പൊ ഇവിടെ പറയുന്നത് അർജുനനോട് ഭഗവാൻ ആത്മാവിനെ പറ്റിയിട്ട്, ആത്മാവ് ഒരിക്കലും നശിക്കുന്നില്ല. അതിനെ എന്താ പറയുക, അതിന് ജന്മമില്ല, അതിന് മരണമില്ല, അത് ശാശ്വതമാണ്. അതിനെ ഒരാൾക്കും കൊല്ലാനും പറ്റില്ല, എന്ത് തന്നെ ഉപയോഗിച്ചാലും അതിനെ നശിപ്പിക്കാൻ പറ്റില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ക്ലിയർ ആണോ മാജി? ഓക്കെ പ്രഭുജി. അപ്പൊ നമ്മുടെ 30 വായിച്ച. അപ്പൊ ഇനി പ്രഭുജി ഏതോ ഒരു കഥ പറയാന്ന് പറഞ്ഞു. കഥ. ഓക്കെ. മാതാജിയുടെ ഒരാഗ്രഹം കൂടിയും കഴിയട്ടെ, നടക്കട്ടെ. ഓക്കെ. അപ്പൊ ചെറിയൊരു കഥ പറഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ നമുക്ക് മറ്റേ ക്ലാസ്സിലേക്ക്. ഏതാണ് നമ്മുടെ 5-ലോ 6-ലോ? 6-ാമത്തെ അധ്യായമോ? 6-ല്. ഓ 6-ലൊന്ന്. 5-ലത്തെ കഴിഞ്ഞു അല്ലേ? കംപ്ലീറ്റ് കഴിഞ്ഞു അല്ലേ? അപ്പൊ നമുക്ക് ഇനി കഥയിലേക്ക് കടക്കാം. ഓക്കെ, ഒരു മിനിറ്റ്. കഥയിലേക്ക് കടക്കും മുമ്പേ
ഭാഗവതത്തിലൊരു ശ്ലോകമുണ്ട്, അത് വായിക്കാം. ഭാഗവതത്തില് പറയുന്ന, അതായത് സാധവോ ഹൃദയം മഹ്യം സാധുനാം ഹൃദയം തോഹം മദന്യത്തിന ജാനാതി നാഹം തേഭ്യോ മനാഗവി. അതായത് ഭഗവാൻ വിഷ്ണു ഇത് ആരോടെ പറയുന്ന അറിയോ? സാധവോ ഹൃദയം മഹ്യം സാധുനാം ഹൃദയം തോഹം. ഞാൻ എല്ലാ ശുദ്ധ ഭക്തന്മാരുടെ ഹൃദയത്തിൽ ഞാൻ ജീവിക്കുന്നു. ആരുടെ? എല്ലാ ശുദ്ധ ഭക്തന്മാരുടെയും. സാധുനാം ഹൃദയം തുഹം, എല്ലാ സാധുക്കളും എൻ്റെ ഹൃദയത്തിലും, എല്ലാ ശുദ്ധ ഭക്തന്മാരും എൻ്റെ ഹൃദയത്തിലും. എനിക്ക് അവരല്ലാതെ വേറെ ആരെ അറിയില്ല, അവർക്ക് എന്നെ അല്ലാതെ വേറെ ആരും അറിയില്ല. ഇത് വിഷ്ണു ഭഗവാൻ ആരോടെ? ദുർവാസ മുനിയോട് പറയാം. ആരോടെ പറയുന്നത്? ദുർവാസ മുനിയോട്. ഇത് ഏതാണ് എപ്പിസോഡ്? ആരെങ്കിലും പറയാൻ പറ്റുമോ? അംബരീഷ് മഹാരാജിന്റെ സുദർശനം വിടുന്ന. യെസ്, അംബരീഷ് മഹാരാജാവിന്റെ ആ ഒരു എപ്പിസോഡിലാണ് അംബരീഷ് മഹാരാജാവിനെ വധിക്കാൻ ശ്രമിക്കുന്ന ദുർവാസമുനിയുടെ പിന്നാലെ ഈവൻ ഭഗവാൻ അറിയാണ്ട് സുദർശന ചക്രം പോവാണ്, ചേസ് ചെയ്യാണ് ദുർവാസാവിനും നശിപ്പിക്കാൻ വേണ്ടിയിട്ട്. കാരണം വെച്ചാൽ തൻ്റെ ശുദ്ധ ഭക്തനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ദുർവാസ മുനി ശ്രമിച്ചപ്പോൾ ഈവൻ ഭഗവാന്റെ ഒരു നിർദ്ദേശമില്ലാണ്ട് സുദർശന ചക്രം കയ്യിൽ നിന്ന് പോവാണ്. അപ്പോൾ ദുർവാസ മുനി ബ്രഹ്മാവിന്റെ അടുത്ത് പോകുന്നു ശരണം പ്രാപിക്കാൻ വേണ്ടിയിട്ട്. ബ്രഹ്മാവ് പറയുന്നു എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, സോറി. പിന്നെ ശിവഭഗവാന്റെ അടുത്ത് പോകുന്നു, ശിവഭഗവാൻ പറയുന്നു എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, സോറി. വിഷ്ണു ഭഗവാൻ പറയുന്നു, വിഷ്ണു ഭഗവാനാണ് ഇതിൻ്റെ എല്ലാം മെയിൻ ആള്. അപ്പൊ അദ്ദേഹം പറഞ്ഞു സോറി, എനിക്കും ചെയ്യാൻ പറ്റില്ല, കാരണം എന്നെയാണ് നിങ്ങൾ അങ്ങനെ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ, അധിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ, അതേപോലെ അപമര്യാദയായിട്ട് വല്ലതും പെരുമാറിയിട്ടുണ്ടെങ്കിൽ ഞാൻ സഹിക്കുമായിരുന്നു, ഞാൻ ടോളറേറ്റ് ചെയ്യും, നിങ്ങളൊന്നും ചെയ്യില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് എന്നെ എന്ത് ചെയ്യണമെങ്കിൽ ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല. പക്ഷെ എൻ്റെ ഭക്തന്മാരെ നിങ്ങൾ ശല്യപ്പെടുത്താൻ നോക്കിയാൽ എനിക്ക് സഹിക്കില്ല. അപ്പൊ എൻ്റെ കൂടി ഇൻസ്ട്രക്ഷൻ ഇല്ലാണ്ട് സുദർശന ചക്രം പോയിരിക്കുന്നത്. അതൊരു സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ ബൈ ഡിഫോൾട്ട്. അങ്ങനെയാണ് ഭക്തന്മാരെ സംരക്ഷിക്കാൻ ഞാൻ എന്തും ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താ പിന്നെ അതിന് വഴി? അതെല്ലാം പോകാൻ വഴി എന്താണ്? ആരെയാണോ ഇൻസൾട്ട് ചെയ്തത്, ആരെയാണോ അപരാജിതത്, അവരെ ചെന്ന് മാപ്പ് ചോദിക്കുക. അല്ലെ, ഭഗവാന്റെ അടുത്ത് ഭൃഗുമുനി ചെന്നു. ആദ്യം ബ്രഹ്മാവിന്റെ അടുത്ത് പോയി, പിന്നെ ശിവഭഗവാന്റെ അടുത്ത് പോയി, പിന്നെ ഭഗവാന്റെ അടുത്ത് പോയി. ഭഗവാന്റെ അടുത്ത് ഭൃഗുമുനി ചെന്ന സമയത്ത് ആഞ്ഞൊരൊറ്റ ചവിട്ടാണ് വക്ഷസ്ഥലത്ത്. ഭഗവാൻ എന്താണ് ഭഗവാൻ, അയ്യോ അങ്ങയുടെ പാദത്തിന് എൻ്റെ ഈ കല്ല് പോലുള്ള നല്ല മാറത്ത് കൊണ്ടിട്ട് വേദനിച്ചിട്ടുണ്ടാവും, ഞാൻ ഒഴിഞ്ഞു തരാമെന്ന് പറഞ്ഞത്. അതാണ് ഭഗവാൻ. ലക്ഷ്മി ദേവി വക്ഷതലം വിട്ട് ഇറങ്ങിപ്പോയി ദേഷ്യം വന്നിട്ട്. ഭഗവാൻ ദേഷ്യം വന്നില്ല, ഭഗവാൻ അവിടെ ടോളറേറ്റ് ചെയ്തു തൻ്റെ ഭക്തന് വേണ്ടിയിട്ട്. അല്ലേ, അങ്ങനെയുള്ള ഭഗവാൻ തൻ്റെ ഭക്തന്മാരുടെ കാര്യം വരുമ്പോൾ അങ്ങനെയല്ല. തൻ്റെ ഭക്തന്മാരുടെ ജഗായി മതായി നിത്യാനന്ദ പ്രഭുവിനെ കല്ലെറിഞ്ഞു ചോര വന്നു പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനും സഹിക്കാൻ പറ്റിയില്ല. സുദർശൻ ചക്രം എവിടെ വരാൻ പറഞ്ഞു. അപ്പോഴാണ് നിത്യാനന്ദ പ്രഭു അയ്യോ ചെയ്യരുതേ, ഈ അവതാരത്തിന്റെ ഉദ്ദേശം തന്നെ ഔദാര്യം ആണ്, ഔദാര്യം പകർന്നു കൊടുക്കേണ്ടത്, ഔദാര്യ ഭഗവാനാണ് അങ്ങ്, അതുകൊണ്ട് ചെയ്യരുതേ പറഞ്ഞു. അങ്ങനെ നിത്യാനന്ദ പ്രഭു അവിടെ. അപ്പൊ സ്വന്തം നമുക്ക് എന്തെങ്കിലും പറ്റിയാൽ നമ്മൾ സഹിക്കും, ടോളറേറ്റും. നമ്മളുടെ ആൾക്കാരെ വല്ലതും പറഞ്ഞാൽ, ഭഗവാനെ പറഞ്ഞാൽ, ശുദ്ധഭക്തനെ പറഞ്ഞാൽ നമ്മളത് സഹിക്കാൻ പാടില്ല. അതിന് വേണ്ടുന്ന വി ഷുഡ് ഡു ദ നീഡ്ഫുൾ. അതാണ് ഇവിടെ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ്. അപ്പൊ ഭഗവാൻ തൻ്റെ ഭക്തന്മാരെ ഏത് തരത്തിലും സംരക്ഷിക്കും. അപ്പൊ സംരക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആ ഒരു വ്യൂ പോയിന്റിലെ സംരക്ഷണമല്ല. ആ സംരക്ഷണം ചിലപ്പോ നമ്മൾക്ക് ഭൗതിക തലത്തില് വിപരീതമായിട്ട് തോന്നുന്ന തരത്തിലുള്ള ഒരു സംരക്ഷണമായിരിക്കും. മേഴ്സി എന്ന് പറഞ്ഞാൽ നല്ലതും ആകാം ചീത്തയാവും മെറ്റീരിയൽ ടേംസിൽ. ഓക്കെ, നമുക്ക് ഒരു പരാജയം സംഭവിക്കുകയാണ്, അയ്യോ ഞാൻ ഇത്രയൊക്കെ മാല ജപിച്ചിട്ടും എനിക്ക് പരാജയം സംഭവിച്ചില്ലേ എന്ന് നമുക്ക് തോന്നാം. ആ പരാജയവും ചിലപ്പോൾ ഭഗവാന്റെ മേഴ്ചയായിരിക്കും, കൃപയായിരിക്കും. കാരണം ആ പരാജയത്തിലൂടെ നമുക്ക് പലതും പഠിക്കാൻ പറ്റുള്ളൂ. ഭഗവാൻ നമ്മളെ പഠിപ്പിച്ചിരുന്നു.
അതുകൊണ്ട് പരാജയം അവിടെ ആവശ്യമാണ്. ഭഗവാൻ ഒരു ബെറ്റർ പ്ലാൻ ഉണ്ടെന്ന് മനസ്സിലാക്കണം. നമ്മുടെ കാര്യങ്ങളെല്ലാം വളരെ നന്നായിട്ട് നടക്കുമ്പോൾ അത് മേഴ്സി. അപ്പൊ ഭഗവാൻ ആക്ട് ചെയ്യേണ്ടത് മനസ്സിലാക്കണം. ഭഗവാൻ ഈസ് ആക്ടിങ്. നമ്മളുടെ കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നടക്കുന്നില്ല, നമ്മൾ പരാജയപ്പെട്ടു എന്ന് തോന്നുകയാണ്, അതും ഭഗവാന്റെ മേഴ്സി. കാരണം ഭഗവാൻ ഹാസ് എ ബെറ്റർ പ്ലാൻ ടു ടീച്ച് us സം ലെസൺസ്. അതാണ് മനസ്സിലായത്. അപ്പോൾ ഈ ഒരു സ്റ്റോറിയും ഭഗവാന്റെ ഭക്തന്മാരെ എന്ത് വില കൊടുത്തിട്ടും ഭഗവാൻ സംരക്ഷിക്കും എന്ന് കാണിച്ചു തരാനുള്ള സ്റ്റോറിയാണ്. ഈ സ്റ്റോറി ഉഷ ആൻഡ് അനിരുദ്ധ അവരുടെ ഒരു മിസ്റ്റീരിയസ് ലവ് സ്റ്റോറിയാണ്. അനിരുദ്ധൻ ആരാണ്? ഭഗവാന്റെ ആരാണ്? അനിരുദ്ധൻ പുത്രനല്ലേ? പൗത്രൻ. പൗത്രനാണോ? പൗത്രൻ പുത്രനല്ലേ പ്രഭു? അല്ലല്ല, കൊറേ പുത്രന്മാരില് നമ്മളെ പ്രദ്യുമ്നൻ, അനിരുദ്ധൻ എന്നൊക്കെ പറയുന്നത് പുത്രനല്ല. ആ പ്രദ്യുമ്നന്റെ മകനാണ് അനിരുദ്ധൻ. ഭഗവാന്റെ പുത്രൻ പ്രദ്യുമ്നന്റെ മകനാണ് അനിരുദ്ധൻ, പൗത്രനാണ്. അപ്പോ കഥ എങ്ങനെയാണ്? ബാണാസുരന്റെ മകൾ ഉഷ, ഭഗവാൻ കൃഷ്ണന്റെ പൗത്രൻ അനിരുദ്ധൻ തമ്മിലുള്ള വിവാഹം ഒരു മിസ്റ്റീരിയസ് ലവ് സ്റ്റോറി ആയിട്ടാണ് സംഭവിക്കുന്നത്. ബാണാസുരൻ നമുക്കറിയാം, ഒരു അസുര കുടുംബത്തിൽ ജനിച്ച് ശിവഭഗവാന്റെ ഭക്തനായിട്ടുള്ള ബാണാസുരന് 1000 കൈകളുണ്ടായിരുന്നു. ഭയങ്കര ബലവാനായിരുന്നു, ഭയങ്കര ശക്തിയാണ്. അപ്പൊ ആ ശക്തി കാരണം, ശിവഭഗവാന്റെ ആ ഒരു മേഴ്സി കാരണം അദ്ദേഹത്തിന് എല്ലാം, ഈവൻ ഇന്ദ്രനൊക്കെ വളരെ മീനിയലായിട്ട് അദ്ദേഹത്തിനെ സേവനം ചെയ്തിരുന്നു. കാരണം ശിവഭഗവാന്റെ ഭക്തനാണെന്നുള്ള കാര്യം. അതായത് അവിടെ നിന്നിട്ട് യെസ് സർ, എന്താ അങ്ങോട്ട് ചെയ്യേണ്ടത് പറഞ്ഞിട്ട് അങ്ങനെ വണങ്ങിയിരുന്നു ബാണാസുരന് മുമ്പിൽ. എല്ലാവരെയും കോൺകർ ചെയ്തിട്ട് ബാണാസുരൻ രാജാവായിട്ട് അത്രയും വലിയൊരു ഇതായിട്ട് ജീവിക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു അഹങ്കാരം അതേപോലെ ആയിരുന്നു. എന്നെ തോൽപ്പിക്കാൻ ആരുമില്ല. ഒരു തവണ ശിവഭഗവാൻ താണ്ഡവ നൃത്തം ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ 1000 കൈ കൊണ്ട് ഒരു വീണ, 1000 സ്ട്രിങ്ങുള്ള വീണ അദ്ദേഹം പ്ലേ ചെയ്തു തന്നു. വളരെ സന്തോഷമായി ആർക്ക്? ശിവഭഗവാന്. അപ്പൊ അത്ര ആ താണ്ഡവ നൃത്തം അത്രയും സന്തോഷമുണ്ട്. അതുകൊണ്ട് അങ്ങനെ വരം കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്താണ് വരം ചോദിച്ചപ്പോ ബാണാസുരൻ പറഞ്ഞു, അങ്ങ് എൻ്റെ സിറ്റിയുടെ ഗാർഡിയൻ ആവണം, അതായത് വാച്ച്മാൻ ആവണം. അതാണ് വരം ചോദിച്ചത്. അതേപോലെ ബലി മഹാരാജാവിനോട് ചോദിച്ചു എന്ത് വരമാണ് വേണ്ടതെന്ന്. ബലി മഹാരാജ് പറഞ്ഞു, എനിക്കൊന്നും വേണ്ട, ഞാൻ ആത്മസമർപ്പണം ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹത്തിനെ സുതലത്തിലേക്ക് പറഞ്ഞയച്ചു. അവിടെ എല്ലാ കംഫർട്ടബിൾ ലൈഫും, അതായത് ഇന്ദ്രന്റെ ദേവലോകത്തിനേക്കാളും കൂടുതൽ ഐശ്വര്യമുള്ള ഒരു സ്ഥലമാണ് ശുതലം. അത് മാത്രമല്ല ഭഗവാന്റെ സാന്നിധ്യം, ഭഗവാൻ ഒരു വാച്ച്മാനായിട്ട് സ്വയം അങ്ങക്ക് ഞാൻ സ്വന്തം ഗാർഡ് ചെയ്യാം, അങ്ങയുടെ ഈ ശുതലത്തിനെ ഒരാളും ആക്രമിക്കില്ല എന്നുള്ള വാക്കും കൊടുത്ത് സ്വയം ഭഗവാൻ അങ്ങോട്ട് കൊടുത്തു. ഇവിടെ ഡിമാൻഡാ ചെയ്തത് ആരെ? ബാണാസുരൻ. എൻ്റെ സിറ്റിയിൽ സോണിതാപൂർ എന്നുള്ള സിറ്റി, അതിന്റെ വാച്ച്മാനായി ഗാർഡിയനായിട്ട് നിൽക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ശിവൻ ഭഗവാന്റെ ഒരു ബ്ലെസ്സിങ്സ്, അനുഗ്രഹമുള്ളവരാണ് ആരെ? ഈ ബാണാസുരൻ. അപ്പം ബാണാസുരൻ അങ്ങനെ വളരെ വിലസി നടക്കുന്ന സമയമാണ്. അപ്പോൾ ആ ബാണാസുരന്റെ മകള് ഉഷ എന്ന പേരിലുള്ള അത്. ബാണാസുരൻ ആരുടെ മകനാണ്? ഭൂമിദേവിയുടെ അല്ല, അത് നരകാസുരൻ. രാമാസുരനും പറയില്ലേ? അതെ, നരകാസുരൻ ഭൗമാസുരൻ എന്ന് പറയും. ഇത് ബാണാസുരൻ ബലി മഹാരാജാന്റെ മകനാണ്. ബലി മഹാരാജാന്റെ 100 പുത്രന്മാരിലെ ഏറ്റവും മൂത്ത പുത്രനാണ് ബാണാസുരൻ. ബലി മഹാരാജാവ് ആരുടെ മകനാണ്? വിരോചനൻ ആരുടെ മകനാണ്? പ്രഹ്ലാദൻ. ഓക്കെ, പ്രഹ്ലാദൻ ആരുടെ മകനാണ്? അപ്പൊ ഹിരണ്യകശിപു ആരായിരുന്നു? അസുരൻ അല്ലേ? പ്രഹ്ലാദ് അസുര കുടുംബത്തിൽ ജനിച്ചാലും ഭക്തനായിരുന്നു. പ്രഹ്ലാദിന്റെ മകൻ അസുരനായി വിരോചന്റെ മകൻ ബലി മഹാരാജ ഡിവോട്ടിയായി. മഹാരാജന്റെ മകൻ ബാണാസുരൻ അസുരനായി. അങ്ങനെ ആൾട്ടർനേറ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോ
നേരത്തെ പറഞ്ഞ നരകാസുരൻ ബാണാസുരന്റെ ആ ഒരു അസോസിയേഷനിൽ കൂടി. അപ്പൊ അതുകൊണ്ടാണ് ഭൂമിദേവിക്കും ഭഗവാനും ജനിച്ച നരകാസുരൻ ബാണാസുരന്റെ റോങ് കമ്പനിയിൽ വന്നു പെട്ടതുകൊണ്ട് അദ്ദേഹം ഒരു റോങ് ഐഡിയോളജി, ഒരു അസുരനായിട്ട് മാറി. അപ്പൊ അതൊന്ന് നമ്മൾ പഠിക്കേണ്ടത്, ഈവൻ ഭഗവാന്റെ സ്വന്തം കുടുംബത്തിൽ ജനിച്ച ആൾക്കാരാണ്, അതായത് ഡിവൈൻ ഫാമിലി ആണെങ്കിലും ഡിവൈൻ മെമ്പർ ആണെങ്കിലും കൂടിയിട്ട് അസോസിയേഷൻ, റോങ് അസോസിയേഷൻ ആയാൽ നമ്മളുടെ എല്ലാം പോയി എന്നർത്ഥം. ഭഗവാന്റെ സ്വന്തം മകൻ റോങ് അസോസിയേഷൻ കാരണം അസുരനായി മാറി. ആലോചിച്ച് നോക്കൂ. ഭഗവാൻ, അതായത് വരാഹദേവനും ഭൂമിദേവിക്കും ജനിച്ചാണ് നരകാസുരൻ. ആ നരകാസുരൻ ബാണാസുരന്റെ, അതായത് തെറ്റായിട്ടുള്ള ഒരു അസോസിയേഷൻ സത്സംഗിൽ വന്നപ്പോ അദ്ദേഹം പഴച്ചു പോയി. അപ്പോ നമ്മള് ഇതാണ് മനസ്സിലാക്കി, നമ്മള് ആ പേരിൽ തന്നെ ഉണ്ടല്ലോ നരകാസുരൻ. അപ്പൊ തെറ്റാവണതിന് മുന്നേ അദ്ദേഹത്തിന് ഈ പേരായിരുന്നു. ആ കാരണം അസുരനായതുകൊണ്ട് അസുരനായി. ആ ഒരു ടൈറ്റില് ഒരു കള്ളനെ, ഒരു മോഷണം ചെയ്താൽ അവൻ കള്ളനെ പറയും. മോഷണം ചെയ്യുന്ന വരെ കള്ളനല്ല, മോഷണം ചെയ്ത് കഴിഞ്ഞ പിന്നെ കള്ളനാ. അപ്പൊ നമ്മളിപ്പോ ഏത് പേരില അറിയാ? കള്ളൻ എന്ന പേരിൽ എപ്പോഴും അറിയുള്ളൂ, അല്ലേ? അതിനാണ് ആദ്യം പ്രാധാന്യം. അതിന് മുമ്പായാലും നല്ല ആളാന്ന് ആരും പറയില്ല, ആരും ഓർക്കൂല. എത്ര തന്നെ നല്ല ആളായാലും ശരി. അജാമിളൻ നല്ലൊരു ബ്രാഹ്മണനായിരുന്നു, അല്ലേ? അജാമിളൻ എങ്ങനെ നമ്മൾ അറിയാ? അജാമിളൻ നല്ലൊരു ബ്രാഹ്മണൻ എന്ന് പറയാ ഇല്ല. വളരെ കുറച്ച് പേർക്ക് അങ്ങനത്തെ ഉള്ളു. നമ്മുടെ ഫോർ എക്സാമ്പിൾ അതിനൊരു വേറൊരു ഉദാഹരണം പറഞ്ഞുതരാം. കുലശേഖർ ആൾവാർ, കുലശേഖർ അല്ല, നമ്മുടെ വില്ലമംഗലം സ്വാമിമാർ, അല്ലേ? വില്ലമംഗലം സ്വാമിമാർ ആദ്യം ആക്ച്വലി എന്തായിരുന്നു, ഇങ്ങനെ വഴി പിഴച്ച ഒരു സന്ധ്യ വരെ, പിന്നീട് ചിന്താമണിയുടെ കാരണം എന്നല്ല, പക്ഷെ നമ്മൾ ഇപ്പോഴും വില്ലമംഗലത്തിന്റെ ആദരവോട് കാണുന്നത്, അല്ലേ? അപ്പൊ അങ്ങനെയുണ്ട് കേസസ്, ഇങ്ങനത്തെ കേസസ് അങ്ങനെയാണ്. ആദ്യം നല്ലവരാണ്, പിന്നീട് എന്തായി, ചീത്ത കൂട്ടുകെട്ടിലിപ്പോ അതാണ് അവസാനം വരുന്നുണ്ട്. എപ്പോഴും ആ ഒരു പൊസിഷൻ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക. ഇവിടെ വില്ലമംഗലം സ്വാമിമാർ ആദ്യം കുറച്ച് വഴി പഠിച്ചെങ്കിലും കൂടിയിട്ട് പിന്നീട് നല്ലൊരു ഡിവോട്ടി ആയപ്പോൾ അത് മനസ്സിലായി. അതാണ് എപ്പോഴും. അതേപോലെ അജാമിളൻ ആദ്യം നല്ലൊരു ബ്രാഹ്മണനായെങ്കിലും പിന്നീട് എന്തായി, ചീത്ത പ്രവൃത്തി കേട്ടപ്പോൾ ആ പേരിലാണ് അറിയപ്പെടുന്നത്. അത്രേ ഉള്ളൂ. അപ്പൊ ആരോടാണ് നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്നത്, എന്ത് ജീവിതം നമ്മൾ നയിക്കുന്നത്, അതിൽ നമ്മൾ അറിയപ്പെടും. അപ്പോൾ അതായിരിക്കും നമ്മളുടെ ഒരു ടൈറ്റിലും അറിയപ്പെടുന്നത്. അപ്പൊ അങ്ങനെ ഞാൻ ചുരുക്കത്തിൽ, ഈവൺ ഒരു ഡിവൈൻ മെമ്പർ ആണെങ്കിലും കൂടിയിട്ട് ഭഗവാന്റെ സ്വന്തം ഫാമിലി, സ്വന്തം മകനായിട്ട് ജനിച്ചിട്ടും ഒരു അസുരനായി തീർന്ന ഒരാളാണ് ബാണാസുരൻ, നരകാസുരൻ. അപ്പൊ ആ ഒരു നരകാസുരന്റെ ഒരു ബോസ്, ഒരു അസോസിയേറ്റ് എന്ന് പറയാം. അപ്പൊ ബാണാസുരന് തൻ്റെ ഈ ശക്തി കാരണം, ശിവഭഗവാന്റെ ഒരു മേഴ്സി കാരണം, അനുഗ്രഹം കാരണം അത്രയും ബലവും അത്രയും അറഗൻസ് ആയിരുന്നു. എനിക്ക് എന്നോട് തുല്യമായിട്ട് ആരുമില്ല. അപ്പൊ ഒരു പ്രാവശ്യം പറഞ്ഞു, എനിക്ക് തുല്യമായിട്ട് ആരുമില്ല, എനിക്ക് യുദ്ധം ചെയ്യാൻ എന്റെ കൈ തരിക്കുകയാണ്, എന്താ ചെയ്യേണ്ട അറിയില്ല, പക്ഷെ എനിക്ക് തുല്യമായിട്ട് അങ്ങ് മാത്രമേ ഉള്ളൂ, അങ്ങയോട് ഞാൻ എങ്ങനെ യുദ്ധം ചെയ്യാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു വിഷമത്തിലിരിക്കുകയാണ്. അപ്പോൾ ശിവഭഗവാൻ പേടിക്കണ്ട, സമയം വരും, തൻ്റെ ഈ അഹംഭാവം എല്ലാം നശിപ്പിക്കാൻ ഒരാൾ വരും എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് ഈ ബാണാസുരൻ തൻ്റെ ശക്തി, അതായത് കൈ ഇങ്ങനെ തരിക്കുകയാണ് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ 8 ദിശകളിലുള്ള ആനകളുണ്ട്, ഗജ, ഓക്കെ, 8 ഡയറക്ഷൻസിലുള്ള അവരോട് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് പോണ സമയത്ത് ഇടയിലും മലകളും പർവ്വതങ്ങളൊക്കെ അതൊക്കെ കൈകൊണ്ട് പൊട്ടിച്ച്, 1000 കൈ കൊണ്ട് പൊട്ടിച്ച് തരിപ്പണമാക്കിയിട്ടാണ് പോകുന്നത്. ഈ ഇദ്ദേഹത്തിനെ കണ്ടപ്പോൾ തന്നെ ഈ 8 ഗജവീരന്മാരും ഓടി ഒളിച്ചു എന്ന് പറയുന്നത്, പേടിച്ചിട്ട്. അത്രയും വീരശൂര പരാക്രമിയായിരുന്നു ബാണാസുരൻ. അപ്പൊ ആ ബാണാസുരന്റെ മകളാണ് ഉഷ. അപ്പൊ ആ ബാണാസുരന്റെ രാജ്യമാണ് സോണിതാപുരം. അപ്പോ ഈ ഉഷയ്ക്ക് ഒരു ദിവസം സ്വപ്നത്തില് ഒരു നല്ലൊരു സൗന്ദര്യവാനായിട്ടുള്ള ഒരാളെ കണ്ടു. വളരെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സൗന്ദര്യം. ഡാർക്ക് ബ്ലൂ കോംപ്ലക്ഷൻ, പീതാംബരം കൊണ്ടുള്ള വസ്ത്രങ്ങള്, നല്ല ആഭരണങ്ങള്, ഇതൊക്കെ ഇട്ടിട്ടുള്ള വളരെ സുന്ദരമായ യൗവനമായിട്ടുള്ള ഒരു പുരുഷന്റെ സാമീപ്യം സ്വപ്നത്തിൽ കണ്ടു.
പിന്നെ അവർ രണ്ടുപേരും സല്ലപിക്കാൻ തുടങ്ങി. സ്വപ്നത്തിലാട്ടോ എല്ലാം സല്ലപിക്കാൻ തുടങ്ങി. അങ്ങനെ കുറേ നേരം ഉറക്കം ഉണരുന്നവരെ അവരെ അതിൽ ആസ്വദിക്കുകയാണ് രണ്ടുപേരും കൂടിയിട്ട്. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു, കുറേ ദിവസം കഴിഞ്ഞു. ഒരു ദിവസം സ്വപ്നം കണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അദ്ദേഹം അപ്രത്യക്ഷമായി. ആര്? ഈ സുമുഖനായിട്ടുള്ള സൗന്ദര്യവാനായിട്ടുള്ള ആ പുരുഷൻ അപ്രത്യക്ഷമായി. അപ്പോൾ വളരെ വിഷമത്തോടെ ഉറക്ക നിലവിളിച്ചിട്ട് ഉണരുകയാണ്. അപ്പൊ ഈ നിലവിളി കേട്ടിട്ട് തൻ്റെ കൂട്ടുകാരിയായിട്ടുള്ള കുംഭാണ്ട പറഞ്ഞൊരു മിനിസ്റ്റർ ഉണ്ട്, ബാണാസുണ്ട്. അദ്ദേഹത്തിന്റെ മകള് ചിത്രലേഖ പറഞ്ഞൊരു കുട്ടിയാണ്. ആ കുട്ടി ഈ ഉഷയുടെ കൂട്ടുകാരിയാണ്. അപ്പൊ ഇത് കേട്ടിട്ട് ഈ ശബ്ദം കേട്ടിട്ട് എന്ത് പറ്റി ചോദിക്കുകയാണ്. അപ്പൊ കരഞ്ഞുകൊണ്ട് പറയാണ്, ഈ സ്റ്റോറി കംപ്ലീറ്റ് പറയും. കുറച്ച് ദിവസമായിട്ട് ഞാൻ ഒരു സ്വപ്നത്തില് ഒരു നല്ലൊരു യുവാവായിട്ട്, നല്ല സുന്ദരനായിട്ടുള്ള യുവാവായിട്ട് എപ്പോഴും കാണാറുണ്ട്, ഞങ്ങൾ ആസ്വദിക്കാറുണ്ട്. അങ്ങനെ ഇന്ന് കണ്ടപ്പോൾ പെട്ടെന്ന് അദ്ദേഹം പ്രത്യക്ഷമായി. അതുകൊണ്ട് എനിക്ക് വളരെ വിഷമം തോന്നുന്നു. എനിക്ക് അദ്ദേഹത്തിനെ കണ്ടേ പറ്റൂ, എനിക്ക് അദ്ദേഹത്തിനെ വേണം. ആലോചിച്ചു, ഒരു സ്വപ്നത്തില് ആരോ ഒരാളെ കാണുന്നത്, അയാളെ വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുക. ഇവിടെ നടക്കുന്നത് സ്വപ്നത്തിലാണ്. ആരാണ് എന്താണ് ഒരു അഡ്രസ്സും ഇല്ല, പേരുമില്ല, ഒന്നുമില്ല. അപ്പൊ ചിത്രലേഖ പറഞ്ഞു, പേടിക്കണ്ട, ഈ 3 ലോകത്തില് എവിടെയെങ്കിലും അങ്ങനത്തെ ഒരു പുരുഷനെങ്കിൽ ഞാൻ കൊണ്ടുവരാം എന്ന് ചിത്രലേഖ വാക്ക് കൊടുത്തു. ആർക്ക്? ഉഷയ്ക്ക്. അപ്പൊ ചിത്രലേഖ എന്നുള്ള പേരിൽ തന്നെ ചില അർത്ഥങ്ങളുണ്ട്. എന്താണ് അതിന്റെ അർത്ഥം? ചിത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? വരയ്ക്കുക, പിക്ചർ അല്ലെ, ലേഖ വരയ്ക്കുക. അപ്പൊ ചിത്രം വരയ്ക്കുന്ന ആർട്ടിസ്റ്റ്, ചുരുക്കത്തിൽ ആർട്ടിസ്റ്റ്. ആ പേര് തന്നെ. അപ്പൊ അതേപോലെ തന്നെ ആ പേര് പറയുന്ന പോലെ തന്നെ നല്ലൊരു ആർട്ടിസ്റ്റ് ആയിരുന്നു ചിത്രലേഖ. അതിലുപരി നല്ലൊരു യോഗിനിയായിരുന്നു, അഷ്ടസിദ്ധിയുള്ള ഒരു യോഗിനിയും കൂടിയായിരുന്നു ഈ ചിത്രലേഖ. അപ്പൊ ഈ ചിത്രലേഖ എന്ത് ചെയ്തു? ആ യോഗസിദ്ധി കൊണ്ട് അവിടെ അടുത്തുള്ള എല്ലാ ദേവതമാരുടെയും, ഗന്ധർവന്മാരുടെയും, കിന്നരന്മാരുടെയും, ചാരണന്മാരുടെയും, പിന്നെ എല്ലാവരുടെയും ഫോട്ടോ ഓരോന്നോരോന്നായിട്ട് വരയ്ക്കാൻ തുടങ്ങി. ധ്യാനിച്ച് അവരെ കണ്ട്, ആ അഷ്ടസിദ്ധിയുണ്ടല്ലോ അവർക്ക്, അത് കണ്ടിട്ട് ഓരോരുത്തരും വരയ്ക്കാൻ തുടങ്ങി. എന്നിട്ട് അവരൊക്കെ അതിലെല്ലാവരെയും, അത് കഴിഞ്ഞ് ഏതു കുടുംബത്തിലെല്ലാവരെയും ഇവരൊക്കെ വരച്ച് കാണിച്ചു. ഇതാണോ നിങ്ങൾ കണ്ടത്? ആ യവന എന്താ പറയുക, യൂത്ത് ആയിട്ടുള്ള ആളെ? അല്ല. കൃഷ്ണന്റെ വരച്ചു, ബലരാമന്റെ വരച്ചു, സ്വരസേന്റെ വരച്ചു, ഉഗ്രസേന്റെ വരച്ചു, വാസുദേവന്റെ വരച്ചു. അങ്ങനെ ഓരോരുത്തരെയും വരച്ച് കാണിച്ചു കൊടുക്കുകയാണ്. ഒന്നുമല്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് അവസാനം ഇതെല്ലാം വരച്ചു കഴിഞ്ഞിട്ട് പ്രദ്യുമ്നന്റെ വരച്ചു. പ്രദ്യുമ്നന്റെ വരച്ച സമയത്ത് ഉഷയ്ക്ക് ചെറിയൊരു പുളിഞ്ഞച്ചിരി എന്ന് പറയില്ലേ, പുളിഞ്ഞച്ചിരി എന്ന് പറയില്ലേ പ്രദ്യുമ്നന്റെ ഇത് കണ്ടപ്പോ. അപ്പൊ വിശ്വനാഥ് ചക്രവർത്തി ഠാക്കൂർ പറയാണ്, എന്തുകൊണ്ടാണ് പ്രദ്യുമ്നന്റെ ഫോട്ടോ കണ്ടപ്പോ ഒരു ചെറിയൊരു വളഞ്ഞ ചിരി? കാരണം ഉഷ തന്റെ വരാൻ പോകുന്ന ഫാദറിനെ പറ്റിയിട്ട് ആലോചിച്ചിട്ട് ചിരിക്കുകയാണെന്ന്. എന്തുകൊണ്ടാണ് ഉഷ ശരിക്കും വരാൻ പോകുന്ന ഫാദറിനെ വിചാരിച്ചിട്ട് ചിരിക്കുകയാണെന്ന് പ്രദ്യുമ്നെ. അത് കഴിഞ്ഞപ്പോ അനിരുദ്ധന്റെ വരച്ച് ആ ഫോട്ടോ കണ്ടെന്ന് ചാടി അവിടെ നിന്ന് ഡാൻസ് ചെയ്യാൻ തുടങ്ങി. ഇദ്ദേഹമാണ്, എനിക്ക് ഇദ്ദേഹത്തിനെ കണ്ടേ പറ്റും, കിട്ടിയേ പറ്റും. അങ്ങനെ വളരെ സന്തോഷമായി ചിത്രലേഖനം. പേടിക്കണ്ട, ഞാനത് വഴിയുണ്ടാക്കി തരാം. ചിത്രലേഖയ്ക്ക് അറിയാം, ഇത് ദ്വാരകയിലെ ഭഗവാൻ കൃഷ്ണന്റെ പൗത്രനാണ്, പ്രദ്യുമ്നന്റെ മകനാണ് അനിരുദ്ധൻ. ഞാൻ എന്തെങ്കിലും ഉടനെ തന്റെ സിദ്ധി കൊണ്ട് അവിടുന്ന് ഇൻവിസിബിൾ ആയിട്ട് പോയി. വിത്തിൻ നോ ടൈം അവർക്ക് എത്താൻ പറ്റും. അവർക്ക് എന്താ മഹിമ, അനിമ, ലഘിമ, പ്രാപ്തി എന്നുള്ള ഈ കാര്യങ്ങൾ. പ്രാപ്തി പറഞ്ഞ ഒരു സ്ഥലത്തുള്ള സ്ഥാനം കൊണ്ടുവരാൻ പറ്റും. നമുക്ക് കാണാണ്ട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് വിത്തിൻ നോ ടൈം നമുക്ക് എത്താൻ പറ്റും. അങ്ങനെ ഒരുപാട് യോഗസിദ്ധികളുടെ. അപ്പൊ ചിത്രലേഖ ആരും കാണാണ്ട് ദ്വാരകപുരിയിലെത്തിയപ്പോൾ തൻ്റെ സിദ്ധി ഉപയോഗിച്ചിട്ടും അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പറ്റുന്നില്ല. അത്രയും സെക്യൂരിറ്റിയാണ് ദ്വാരകപുരി, ഭഗവാന്റെ പുരിയാണ്. ആർക്കും അങ്ങനെ എന്ത് സിദ്ധിയും ഉപയോഗിച്ച് കിടക്കാൻ പറ്റില്ല. അപ്പോഴാണ് നാരദ മഹർഷി വരുന്നത്. നാരദ മഹർഷി പറഞ്ഞ് എന്താ സംഗതി മനസ്സിലാക്കി. അപ്പോൾ ഇതാണ് സംഗതി. അപ്പോൾ പറഞ്ഞു, നാരദ മഹർഷി പേടിക്കണ്ട, ഞാൻ തുറന്നുതരാം. നാരദ മഹർഷിയുടെ മിസ്റ്റിക് പവർ കാണിച്ച് നാരദ മഹർഷിക്ക് എവിടെ വേണമെങ്കിൽ കയറി ചെല്ലാനുള്ള ഇതുണ്ട്. അപ്പൊ നാരദ മഹർഷി അത് തുറന്നു കൊടുത്തു. ചിത്രലേഖ നേരെ പോയി ദ്വാരക സിറ്റിയിൽ, ആരും കാണുന്നില്ല. ഡയറക്റ്റ് അനിരുദ്ധന്റെ ചേംബറിൽ, പ്രൈവറ്റ് ചേംബറിൽ പോയി അനിരുദ്ധൻ കടന്നുറങ്ങാണ്. അങ്ങനെ അനിരുദ്ധനെ പൊക്കി കൊണ്ടുവന്നിട്ട് ആരും അറിയുന്നില്ല. നേരെ ഉഷയുടെ ചേംബറിൽ, പ്രൈവറ്റ് ചേംബറിൽ വന്നിട്ട് അവിടെ നിർത്തി
ഉഷ ഉഷ ഉറങ്ങുന്ന സമയമാണ്, രാത്രിയാണ് അത് സംഭവിക്കുന്നത്. ഉഷ കണ്ടതും ആ അതായത് തൻ്റെ ജീവന്റെ ജീവൻ കിട്ടിയ പോലെ ഉഷയ്ക്ക്. അങ്ങനെ അവർ രണ്ടുപേരും വളരെ സന്തോഷമായിട്ട് അവിടെ ജീവിക്കാൻ തുടങ്ങി. അപ്പോ ആലോചിക്കണം, ഉഷയുടെ ചേംബറില് ഒരു പുരുഷന്റെ ഒരു സാമീപ്യം, ഒരു പുരുഷന്മാരുടെ സാമീപ്യം ഇല്ല അവിടെ. എല്ലാം ലേഡീസ് ആണ്. അത്രയും പ്രൈവറ്റ് സെക്യൂർഡ് ചേംബറാണ്. കാരണം വെച്ചാൽ ബാണാസുരന്റെ പ്രിയപ്പെട്ട മകളാണ്. അവരുടെ അവിടെ നല്ല പുരുഷന്മാരുടെ ശല്യം ഇടാൻ വേണ്ടി അത്രയും ഫീമെയിൽ ഗാർഡ്സിനെ വെച്ചിട്ടുണ്ട്. അപ്പൊ ആ ഫീമെയിൽ ഗാർഡ്സിനെല്ലാം തരണം ചെയ്തിട്ടാണ് ഇദ്ദേഹത്തിന് ഇവിടെ ഇവര് ഇങ്ങനെ സുഖമായിട്ട് ദിവസങ്ങളോളം താമസിക്കാൻ തുടങ്ങി, വളരെ സന്തോഷത്തോടുകൂടി. പിന്നീട് കുറച്ച് ഫീമെയിൽ ഗാർഡ്സിന് സംശയം തോന്നി, ഇവിടെ ഈ പ്രൈവറ്റ് ചേംബറിൽ, ഇവരുടെ പ്രൈവറ്റ് ചേംബറിൽ ഏതോ ഒരു പുരുഷന്റെ ഒരു സാന്നിധ്യം അവർക്ക് മനസ്സിലായി, മണത്തറിഞ്ഞു. അവർക്ക് സംശയം തോന്നി ഇത് രാജാവ് അറിഞ്ഞാൽ ഇവരുടെ ജീവൻ പോകും. കാരണം വെച്ചാൽ ഇവർ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നുള്ള അവർ കംപ്ലൈന്റ് ആയിരിക്കും. അതുകൊണ്ട് അവരുടെ ജീവൻ പോകും. അതുകൊണ്ട് ഇത് ഉടനെ അറിഞ്ഞുകൊണ്ട് പേടിച്ചിട്ട് ഇങ്ങനെ സംശയം ഞങ്ങൾക്ക് തോന്നുന്നുണ്ട് എന്ന് നേരെ രാജാവിനെ അറിയിച്ചു. അതായത് ഒരു പുരുഷന്റെ സാന്നിധ്യം ഉഷയുടെ അങ്ങയുടെ മകളുടെ ചേംബറിലുണ്ട് എന്ന് അവർക്ക് സംശയം തോന്നി, ഉടനെ അറിയിച്ചു. അപ്പോൾ രാജാവ് ഇതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ ശരിയാണ്, ഏതോ ഒരു പുരുഷൻ അവിടെ താമസിക്കുന്നുണ്ട്. ഉടനെ രാജാവ് ആരാണ്? ബാണാസുരൻ അല്ലേ? ആ ബാണാസുരൻ തന്റെ സൈന്യത്തിനെ കൂട്ടിയിട്ട് അറ്റാക്ക് ചെയ്യാണ്. ആരെ? അനിരുദ്ധനെ. അനിരുദ്ധൻ തന്റെ ഗത കൊണ്ട് എല്ലാവരെയും നശിപ്പിച്ചു, എല്ലാ സൈനികരും. പക്ഷേ നിർഭാഗ്യവശാൽ അനിരുദ്ധനെ നാഗപാശം കൊണ്ട് ഈ ബാണാസുരൻ കെട്ടുകയാണ്. അവൻ നിവൃത്തിയില്ല. അപ്പോഴേക്കും 3-4 മാസം കഴിഞ്ഞിരിക്കുന്നു. ഒരു ചതുർമാസങ്ങൾ മുഴുവൻ കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ട് അവിടെ ദ്വാരകയിൽ ഇവരെല്ലാം അന്വേഷിക്കുകയാണ്. 3-4 മാസമായി അനിരുദ്ധന്റെ ഒരു അഡ്രസ്സും ഇല്ല, എവിടെ പോയി ഒരു പിടുത്തമില്ല. അപ്പോഴാണ് നാരദ മഹർഷി പറയുന്നത്, ഇങ്ങനെ സംഭവം നടന്നിട്ടുണ്ട്, അനിരുദ്ധനെ കൊണ്ടുപോയിട്ടുണ്ട്. അനിരുദ്ധൻ ബാണാസുരന്റെ കൊട്ടാരത്തില് ഉഷയുടെ കൂടെയാണ് കാര്യങ്ങളാണ്. ബാണാസുരൻ അനിരുദ്ധനെ കെട്ടിവെച്ചിരിക്കുകയാണ്. ഈ കഥയെല്ലാം പറയുന്നത്. കൃഷ്ണ ബലരാമന് ദേഷ്യം വന്നു. കൃഷ്ണ ബലരാമൻ തന്റെ സൈന്യത്തിനെ കൂട്ടിയിട്ട് വന്നു. ആരെ? സോണിതാപൂരിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. സോണിതാപൂരിനെ അറ്റാക്ക് ചെയ്തു. അവിടെ കൃഷ്ണ ബലരാമും ഇവിടെ ബാണാസുരനും, ബാണാസുരന്റെ കൂടെ ശിവഭഗവാനും സ്കന്ദൻ കാർത്തികേയനും അവരുടെ സൈന്യവും. ഇവിടെ കൃഷ്ണ ബലരാമ, ശാല്യ, സാംബ, അങ്ങനെ പ്രദ്യുമ്ന, ഇവരെല്ലാം സൈന്യം കൂടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പൊരിഞ്ഞ യുദ്ധം, ഫിയേഴ്സ് ഫൈറ്റ്. ഓക്കെ. അങ്ങനെ ഒരു സമയത്ത് ബാണാസുരൻ ലൂസിയം, അതായത് താൻ പരാജയപ്പെടുന്ന ആ ഒരു വക്കിലെത്തി. അപ്പൊ ഇത് മനസ്സിലാക്കിയ തൻ്റെ അമ്മ, സ്വന്തം അമ്മ കൊട്ടാര എന്ന് പറയും, ആ കൊട്ടാര എന്ത് ചെയ്തു? ശ്രീകൃഷ്ണ ഭഗവാനെ ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്വയം നഗ്നമായിട്ട് അവിടെ വന്നു. മുടിയെല്ലാം വെതറിയിട്ട് നഗ്നമായിട്ട് അവിടെ വന്നു. അപ്പൊ ശ്രീകൃഷ്ണ ഭഗവാനെ ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി ശ്രീകൃഷ്ണ ഭഗവാൻ അത് നോക്കിയിട്ട് ഉടനെ കൺമറച്ചു, അവിടുന്ന് മാറിപ്പോയി. ആ സമയം നോക്കിയിട്ട് ബാണാസുരൻ അവിടുന്ന് സിറ്റിയിലേക്ക് പോയി, തൻ്റെ കൊട്ടാരത്തിലേക്ക് പോയി. പിന്നീട് അവിടെ ഫേസ് ഫൈറ്റിൽ അങ്ങനെ നടന്നുകൊണ്ടിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ബാണാസുരൻ വീണ്ടും വന്നു. ശ്രീകൃഷ്ണ ഭഗവാൻ എന്ത് ചെയ്തു? ബാണാസുരന്റെ 1000 കൈകളും വെട്ടി, അതിൽ 4 നിർത്തിയിട്ട് ബാക്കി എല്ലാം വെട്ടി നശിപ്പിച്ചു. ഇത് കണ്ട് അദ്ദേഹത്തിന്റെ ശക്തി പോകുന്നത് കണ്ടപ്പോൾ ശിവഭഗവാൻ സഹിച്ചില്ല. ശിവഭഗവാൻ ശിവജ്വരം അയച്ചു. അതിന് വിപരീതമായിട്ട്, അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ എന്ത് ചെയ്തു? കൃഷ്ണജ്വരം അയച്ചു, വിഷ്ണുജ്വരം അയച്ചു. പിന്നെ ബ്രഹ്മാസ്ത്രം അയച്ചു ഭഗവാൻ കൃഷ്ണൻ, ഇവിടെ പാശുപതാസ്ത്രം അയച്ചു. അങ്ങനെ യുദ്ധം ഫേസായി. പിന്നെ ശിവഭഗവാൻ പറഞ്ഞു, ദയവായിട്ട് എൻ്റെ ഭക്തനാണ്, അവനെ സ്പെയർ ചെയ്യണം, അവനെ കൊല്ലരുത് എന്ന് വെച്ചു. അങ്ങനെ പറഞ്ഞപ്പോൾ ശിവഭഗവാന്റെ ആ ഒരു അപേക്ഷ പ്രകാരം, തൻ്റെ ഭക്തനാണ് വൈഷ്ണവാനാം യഥാശംഭു, പിന്നെ ഇവിടെ ബാണാസുരനും അവിടെ സമർപ്പണം ചെയ്തു, എന്നെ സ്പെയർ ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിനെ സ്പെയർ ചെയ്തു. പക്ഷേ ഇതിൽ ഉപരിയായിട്ട് എന്തുകൊണ്ടാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ബാണാസുരനെ സ്പെയർ ചെയ്യാൻ, ജീവൻ സ്പെയർ ചെയ്യാനുള്ള കാരണം എന്താണ്? കാരണം, പ്രധാനപ്പെട്ട കാരണം, ശിവഭഗവാന്റെ ഒരു ഭക്തനാണ്. അതുകൊണ്ട് ശിവഭഗവാന്റെ റിക്വസ്റ്റ് പ്രകാരം ഭഗവാൻ അത് സമ്മതിച്ചു. അതിലുപരിയായിട്ട് വേറൊരു കാരണം കൂടിയുണ്ട്. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പ്രഹ്ലാദന്റെ പരമ്പരയിൽ വരുന്ന കാരണം. ഹരിബോൽ, യെസ്.
പ്രഹ്ലാദനോട് വാക്ക് കൊടുത്തിട്ടുണ്ട്, 21 ജനറേഷൻ അപ്പ് ആൻഡ് ഡൗൺ, ഒരാളെ ഞാൻ വധിക്കില്ല. പ്രഹ്ലാദന് കൊടുത്ത വാക്ക് അത് നിലനിർത്തണം. അപ്പൊ അത് ബാണാസുരനെ വധിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ശിവഭഗവാൻ ഇൻഡയറക്ട്ലി ശിവഭഗവാന്റെ റിക്വസ്റ്റ് പ്രകാരം വന്നൂടെ. ഭഗവാന്റെ എക്സ്പാൻഷനാണ് ഭഗവാൻ ശിവൻ. അപ്പൊ ശിവഭഗവാൻ റിക്വസ്റ്റ് ചെയ്യണം, എൻ്റെ വേണ്ടപ്പെട്ട ഒരു പ്രിയ ഭക്തനാണ്, ഇൻസ്പയർ ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ ചെയ്തു. പിന്നെ അങ്ങനെ വളരെ സന്തോഷത്തോടുകൂടി ബാണാസുരൻ തന്റെ മകൾ ഉഷയെ അനിരുദ്ധത്തിന് കല്യാണം കഴിച്ചു കൊടുത്ത് അവര് ഇതായിരുന്നു. അപ്പോൾ ചുരുക്കത്തില് തൻ്റെ ഭക്തന്മാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഏത് അറ്റത്ത് വേണമെങ്കിലും പോകും. ഏത് എക്സ്ട്രീം സ്റ്റെപ്പ് എടുക്കും. ടു എനി എക്സ്റ്റെൻഡ് ഹി വിൽ ഗോ. തൻ്റെ തന്നെ ആരെങ്കിലും ഒന്നും ചെയ്താൽ ഒന്നും ഭഗവാന് യാതൊരു പ്രശ്നമില്ല. 99 തവണ ശിശുപാലൻ ഭഗവാനെ അസഭ്യം പറഞ്ഞു. ഭഗവാൻ വല്ലതും ചെയ്തോ? ഇല്ല. നേരത്തെ കൂടി പറഞ്ഞതിന്റെ 99 അതിക്രമിച്ചാൽ ഞാൻ സ്പെയർ ചെയ്യില്ല. കണക്ക് കൂട്ടിൽ ചില എല്ലാ സമയത്തും വളരെ കെയർഫുള്ളി ശിശുപാലൻ എണ്ണീറ്റാണ് പറയുക. 99 എത്തി കഴിഞ്ഞാൽ നിർത്തും, 100ലേക്ക് പോവില്ല. പക്ഷെ സമയം വന്നപ്പോ, ശിശുപാലന്റെ സമയം വന്നപ്പോ കണക്ക് പഴച്ചു ഭഗവാന്റെ ഇച്ഛപ്രകാരം. അത് സമയം 100 കഴിഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന്റെ തലയെടുത്തു. അപ്പൊ ഇതാണ് ഭഗവാൻ തന്റെ ഭക്തന്മാരെ ഒരിക്കലും വെറുതെ വിട്ടുകൊടുക്കില്ല. തന്റെ ശരീരം നശിച്ചാലും ശരി, ഭഗവാൻ ഒരു കാര്യം പ്രൊട്ടക്ട് ചെയ്യും. എന്താണ്? ശരീരത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഗ്യാരണ്ടില്ല. പ്രൊട്ടക്ട് ചെയ്യാം, പ്രൊട്ടക്ട് ചെയ്യാതിരിക്കാം. പക്ഷെ ഒരു കാര്യം തീർച്ചയായിട്ടും പ്രൊട്ടക്ട് ചെയ്യും. എന്താണത്? അല്ല. പ്രഭു എന്താണ് എന്താ പറഞ്ഞത് ഇപ്പൊ? ഭഗവാൻ ശരീരം പ്രൊട്ടക്ട് ചെയ്യാം, പ്രൊട്ടക്ട് ചെയ്യാതിരിക്കാം. അത് ചെയ്താലും ചെയ്യില്ലെങ്കിൽ ശരി. ചില കേസിൽ ശരീരം പ്രൊട്ടക്ട് ചെയ്യും നിർബന്ധമില്ല. ചില സ്ഥലത്ത് ശരീരം പ്രൊട്ടക്ട് ചെയ്യും. പക്ഷെ ഒരു കാര്യം തീർച്ചയായിട്ടും പ്രൊട്ടക്ട് ചെയ്യും ഭക്തന്മാരുടെ. എന്താണ്? അതൊരിക്കലും നശിപ്പിക്കില്ല, അതിന് നാശം വരുത്തൂല്ല. എന്താണത്? ഭഗവാൻ പറഞ്ഞ വാക്കാണോ പ്രഭുജി ഉദ്ദേശിച്ച്? അല്ല, ഭഗവാൻ പറഞ്ഞ വാക്ക് ചിലപ്പോ ഭഗവാൻ തന്നെ അത് ബ്രേക്ക് ചെയ്യും. അതുകൊണ്ടാണ് അർജുനോട് പറയുന്നത് ഭഗവാൻ കൗന്ദേയ പ്രതിജാനിഹി നമേ ഭക്തിയ പ്രണശ്യതി. ഭഗവാൻ അർജുനോട് പറയും, നീ പോയിട്ട് പറ. കാരണം ഞാൻ പറഞ്ഞ ചിലപ്പോൾ ആൾക്കാർ വിശ്വസിക്കില്ല, ഞാൻ എന്റെ വാക്കിന് ചിലപ്പോൾ പാലിക്കില്ല. പക്ഷേ അർജുനന്റെ വാക്ക് പറഞ്ഞാൽ അത് വാക്കാണ്. അതുകൊണ്ട് അത് നമ്മള് ആ വിലക്കെടുക്കും. എന്താ മാതാജി പറഞ്ഞ? ശ്യാമള മാതാജി, യോഗക്ഷേമം മഹാമഹം എന്ന് പറയാറുണ്ടല്ലോ ഭഗവാൻ. അവരുടെ യോഗവും ക്ഷേമവും ഞാൻ നോക്കുന്നുള്ളത്. അതൊക്കെ ശരി. ഞാൻ ചോദിച്ച ചോദ്യം അതല്ല. ഭഗവാൻ തന്റെ ശരീരത്തിനെ പ്രൊട്ടക്ട് ചെയ്യോ ചെയ്യാതിരിക്കാം. പക്ഷെ ഒരു കാര്യം തീർച്ചയായിട്ടും എപ്പോഴും പ്രൊട്ടക്ട് ചെയ്യും തന്റെ ഭക്തന്മാരുടെ. അതിന് കാരണം എന്താണോ? അല്ല, എന്നാണ് പ്രൊട്ടക്ട് ചെയ്യുക? ഭക്തി. തന്റെ ഭക്തന്മാരുടെ ഭക്തി എപ്പോഴും പ്രൊട്ടക്ട് ചെയ്യും. അതൊരിക്കലും അതല്ലേ ഭരത മഹാരാജാവ് തന്റെ ശരീരം മാനായി, പക്ഷെ ഭക്തി പ്രൊട്ടക്ട് ചെയ്തു. ഭക്തി ഒരിക്കലും മാനിന്റെ ശരീരത്തിലായിട്ടും ഭക്തി കുറഞ്ഞില്ല. ആ മാനിൽ നിന്ന് ജഡഭരതനായി, അപ്പോഴും ഭക്തി കുറഞ്ഞില്ല. ശരീരം വ്യത്യാസമായി, ജഡഭരതനായി അല്ലേ? അപ്പൊ അതുകൊണ്ട് ഭഗവാൻ എപ്പോഴും തന്റെ ഭക്തന്മാരുടെ ഭക്തി എപ്പോഴും കാത്തു സൂക്ഷിക്കും. ശരീരം നശ്വരമാണ്, അതല്ല അവിടെ. ഗജേന്ദ്രന്റെ ഭക്തി ഇൻടാക്റ്റ് ആയിരുന്നു. അതിന് വേണ്ട സമയത്ത് ഓർമ്മ കൊടുത്തിട്ട് അതിനെ റിവൈവ് ചെയ്തു അല്ലെ, അതിനെ പുനഃസ്ഥാപിച്ചു. അതാണ് ചെയ്തത്. അപ്പൊ അതാണ് ഭഗവാൻ തന്റെ ഭക്തന്മാരുടെ ഭക്തി എപ്പോഴും പ്രൊട്ടക്ട് ചെയ്യും. അതാണ് നമ്മുടെ ഭഗവത്ഗീതയിലെ ഭഗവാൻ പറയുന്നത്, നേഹാഭിക്രമനാശസ്തി പ്രത്യവായോ ന വിദ്യതേ സ്വല്പമപ്യസ്യ ധർമ്മസ്യ ത്രായത്തെ മഹതോ ഭയാത്. ഒരിക്കലും അത് കുറയില്ല. ഭഗവാൻ അത് ഗ്യാരണ്ടി തരുന്നു. നമ്മൾ ഒരു മിനിറ്റാണ് ഭക്തി സേവനം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ക്രെഡിറ്റിൽ എപ്പോഴും ഉണ്ടാവും. അതൊരിക്കലും നശിക്കില്ല. നമ്മൾ ₹1 സമ്പാദിച്ചു, അതെടുത്ത് ചെലവാക്കി, അത് പോയി കഴിഞ്ഞു അല്ലെ? ഈ ശരീരത്തോടുകൂടി കഴിഞ്ഞു. നമ്മളുടെ ഭൗതിക തലത്തിലുള്ള എല്ലാ അക്യുമുലേഷനും, എല്ലാ സമ്പത്തും, എല്ലാ നെയിം, ഫെയിം, എവറിത്തിങ്
ഈ ശരീരത്തിൽ കഴിഞ്ഞു. പക്ഷെ ഭക്തി എന്ന് പറഞ്ഞാൽ ഭക്തി എപ്പോഴും നമ്മൾ 1%, 10%, 20% എത്രയും നമ്മൾ സമ്പാദിച്ച് അതെപ്പോഴും ഉണ്ടായി, അത് വർദ്ധിക്കാതെ ഒരിക്കലും കുറയില്ല എന്നാണ് പറയുന്നത്. ഇപ്പൊ ഇതാണ് ഉഷാസ് ലവ് സ്റ്റോറി, മിസ്റ്റീരിയസ് ലവ് സ്റ്റോറി വിത്ത് അനിരുദ്ധ. ഹരിബോൾ. കുറെ കാര്യങ്ങൾ അറിയാത്തുണ്ടായിരുന്നു പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇനി ഒരു സ്റ്റോറി കൂടി കേൾക്കണോ? ഒരു സ്റ്റോറി ഇടയ്ക്ക് കൂടി. പ്രഭു ഇങ്ങനത്തെ ഇടയ്ക്ക് ഓരോ കഥ പറയണ ഞങ്ങള് മറക്കുന്നുണ്ട് കൊറേയൊക്കെ. ഇത് മുന്നേ കേട്ടുള്ളതായിരുന്നു, പക്ഷെ അത് ഇപ്പൊ പ്രഭു പറഞ്ഞപ്പോഴാണ് അത് കുറച്ചും കൂടി മനസ്സിലേക്ക് ഇറങ്ങണത്. ഒരു ശ്ലോകം എടുത്തിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാം. ഓക്കെ പ്രഭുജി. ഹരേ ഒക്കെ കൃഷ്ണ. ഏതായിരുന്നു? 5-ല് 6-1 അല്ലേ? 6-1. ഹരേ കൃഷ്ണ. ധ്യാനയോഗ, പുതിയ ചാപ്റ്റർ. ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ്, അധ്യായം 6, ധ്യാനയോഗ, ടെക്സ്റ്റ് 1. ശ്രീ ഭഗവാൻ ഉവാച അനാശ്രിത കർമ്മഫലം കാര്യം കർമ്മ കരോതി യാ സന്യാസി ച യോഗി ച ന നിരാഗ്നിർന ചാക്രിയ. ശ്രീ ഭഗവാൻ ഉവാച അനാശ്രിത കർമ്മഫലം കാര്യം കർമ്മ കരോതി യാ സന്യാസി ച യോഗി ച ന നിരാഗ്നിർ ച ചാക്രിയ. ഓക്കെ, സ്മിത മാതാജി. ഹരേ കൃഷ്ണ. നമോ ഭഗവതി വാസുദേവായ. ശ്രീ ഭഗവാൻ ഉവാച അനാശ്രിത കർമ്മഫലം കാര്യം കർമ്മ കരോതി യഃ സന്യാസി ച യോഗി ച ന നിരഗ്നിർന ചാക്രിയഃ. ഹരേ കൃഷ്ണ. ശ്രാവണ മാതാജി. കൃഷ്ണ ഭഗവതേ വാസുദേവായ. ശ്രീ ഭഗവാൻ അനാശ്രിത കർമ്മഫലം കാര്യം കർമ്മ കരോതി യഃ സ സന്യാസി ച യോഗി ച ന നിരഗ്നിർന ചാക്രിയഃ. മംഗള മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. പ്രണാം. ഹരേ കൃഷ്ണ. ശ്രീ ഭഗവാനുവാച അനാശ്രിത കർമ്മഫലം കാര്യം കർമ്മ കരോതി യാം സന്യാസി ച യോഗി ച ന നിർഗിർന ചാക്രിയ. ഹരേ കൃഷ്ണ. വിവർത്തനം ശില പ്രഭുപാദ് കി ജയ്. കർമ്മത്തിന്റെ ഫലത്തിൽ ശ്രീ ഭഗവാൻ പറഞ്ഞു, കർമ്മത്തിന്റെ ഫലത്തിൽ ആസക്തിയില്ലാതെ ധാർമ്മിക ബാധ്യത എന്ന നിലയിൽ കർമ്മം ചെയ്യുന്ന ആളാണ് സന്യാസി. അയാളാണ് യഥാർത്ഥ യോഗിയും. അല്ലാതെ അഗ്നിഹോത്രം ഉപേക്ഷിച്ചവനോ കടമ നിർവഹിക്കാത്തവനോ അല്ല. ഹരേ കൃഷ്ണ. The Supreme Personality of Godhead said, one who is unattached to the fruits of his work and who works as is obligated is in the renounced order of life. And he is a true mystic, not he who lights no fire and performs no duty. ഭഗവാൻ ഇത് ആദ്യത്തെ ശ്ലോകത്തിൽ പറയുന്നത് എന്താണ്? ഏതൊരു വ്യക്തിയാണോ താൻ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലത്തിനോട് ആസക്തി ഇല്ലാതെ തൻ്റെ ആ ഏത് വർണ്ണത്തിലാണോ ഏത് ആശ്രമത്തിലാണോ നിൽക്കുന്നത് അതിനനുസരിച്ചിട്ട് കർമ്മം ചെയ്യുന്നത്, അദ്ദേഹം എന്താണ്? ഹീസ് ഇൻ ദ റിനൗൺസ്, ഒരു വൈരാഗിയാണ് അദ്ദേഹം. റിനൗൺസ് ഓർഡർ ഓഫ് ലൈഫ്. ആൻഡ് ഹീസ് എ ട്രൂ മിസ്റ്റിക് എന്ന് പറയുന്നത്. ഹീസ് ശരിക്കുള്ള ഒരു മിസ്റ്റിക് യോഗി. അല്ലാണ്ട് തൻ്റെ ഉത്തരവാദിത്തം നിന്ന് ഓടിപ്പോകുന്ന അല്ലെങ്കിൽ യജ്ഞങ്ങൾ ചെയ്യാത്ത ഒരുവനല്ല ശരിക്കുള്ള യോഗി. ജ്ഞാനം, അതായത് ജ്ഞാനികൾ എന്താ ഒന്നിലും ഏർപ്പെടില്ല, ജ്ഞാനമാർഗം അല്ലെ. അവരൊരു കർമ്മത്തിൽ നിന്ന് ഓടിപ്പോവാണ് നോക്കുന്നത് രക്ഷപ്പെടാൻ. കാരണം കർമ്മം ചെയ്താൽ എന്തായി? അതിന് കർമ്മഫലമുണ്ട്. കർമ്മഫലം ഉണ്ടെങ്കിൽ എന്തായി? വീണ്ടും തിരിച്ചു വരണം. അങ്ങനെ ആൾക്കാരെ പേടിച്ചിട്ട് കർമ്മം ചെയ്യാത്ത ആൾക്കാരുണ്ട്. കർമ്മം ചെയ്താലല്ലേ കർമ്മഫലം ഉണ്ടാവുള്ളൂ. കർമ്മം ചെയ്തില്ലെങ്കിൽ കർമ്മഫലം ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ കർമ്മം ചെയ്യുന്നില്ല, എനിക്ക് തിരിച്ചു വരേണ്ട ആവശ്യം വരുന്നില്ല, അങ്ങനത്തെ ഒരു കൺസെപ്റ്റ്, അങ്ങനത്തെ ഒരു ഫിലോസഫി. പക്ഷെ കർമ്മം നമ്മൾ ഫിസിക്കലി ചെയ്തില്ലെങ്കിൽ കൂടി നമ്മുടെ മനസ്സിൽ ഒരുപാട് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരുപാട് ഇൽ തോട്ട്സ് ഒരുപാട് വരും. അങ്ങനെ അത് ആക്ഷനിലേക്ക് പരിവർത്തപ്പെടും.
തോട്ട്സ് ആണ് നമ്മൾ പിന്നീട് ആക്ഷൻ ആയിട്ട് മാറുന്നത്. തീർച്ചയായിട്ടും അതിന് പിന്നെ അതിൻ്റെ റിയാക്ഷൻസ് ഉണ്ടായിരിക്കും. ഇവിടെ ആരാണ് യോഗി, ആരാണ് ഒരു മിസ്റ്റിക്, ആരാണ് ഒരു വൈരാഗി എന്നാണ് പറയുന്നത്. താൻ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം ഇച്ഛിക്കാതെ എന്താണോ അവനവൻ ചെയ്യേണ്ടത് അതനുസരിച്ച് ആ ഓക്യുപ്പേഷൻ അനുസരിച്ച് ചെയ്യുന്ന, തൻ്റെ കർമ്മം ചെയ്യുന്ന ഒരു വ്യക്തി വൈരാഗിയാണ് എന്ന് പറയുന്നു. Okay. So in this chapter, the Lord explains that the process of the eightfold yoga system is a means to control the mind and the senses. However, this is very difficult for people in general to perform, especially in the age of Kali. ഇപ്പോൾ ഭാവാർത്ഥത്തിൽ ആദ്യം തന്നെ പ്രഭുപാദ നമ്മളോട് പറയാണ്, ഈ 8-fold യോഗ സിസ്റ്റം ഈ ചാപ്റ്ററിൽ അതാണ് സബ്ജക്റ്റ്. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നാലും കൂടിയിട്ട് കലിയുഗത്തിൽ നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് ആദ്യം തന്നെ ഒരു വാണിംഗ് പറയാണ്. അപ്പോൾ ഇതെന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഒരു ഡിസ്ക്രിപ്ഷൻ മാത്രമാണ്, പ്രിസ്ക്രിപ്ഷൻ അല്ല. നമ്മൾ ചെയ്യേണ്ടുന്നുള്ള ഒരു കാര്യമല്ല. ഒരു മെഡിക്കൽ ഷോപ്പിൽ പോയാൽ ഒരുപാട് മെഡിസിൻസ് ഉണ്ട്. ഞാൻ പനിയായിട്ട് പോവാണ്, അപ്പോൾ എനിക്ക് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തൊരു പനിക്കുള്ള മരുന്നാണ് അല്ലേ. അപ്പോൾ ആ പനിക്കുള്ള മരുന്ന് ഫാർമസിയിൽ നിന്ന് ഫാർമസിസ്റ്റ് എനിക്ക് എടുത്തു തരുന്നു. മറ്റുള്ള ഒരുപാട് മരുന്നുകളുണ്ട്. അപ്പോൾ എനിക്ക് അത് അറിയാൻ, ആ മരുന്ന് എന്താ, അതിൻ്റെ പേരെന്താ, അതെന്തിനാണ്. അപ്പോൾ അവർ ഡീറ്റെയിൽ പറയണം, ഇത് തലവേദനയ്ക്കാണ്, ഇത് മറ്റു വയറുവേദനയ്ക്കാണ്, ഇത് അങ്ങനെയാണ് അങ്ങനെയെന്ന് അവർ പറഞ്ഞു. പക്ഷെ അത് എനിക്ക് പ്രിസ്ക്രൈബ് ചെയ്തിട്ടില്ല. അത് ഞാൻ വാങ്ങാനും പാടില്ല, അത് കഴിക്കാനും പാടില്ല. പക്ഷെ എനിക്ക് അറിയാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ എനിക്കൊരു ഇൻക്വിസിറ്റീവ്നെസ് ഉണ്ടാവുക അല്ലേ, ഒരു ക്യൂരിയോസിറ്റി. ഇതെന്താണ് മരുന്ന്, നല്ല പ്രിന്റും ലേബിളും നല്ല ബോട്ടിലും ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ആ മരുന്ന് എന്താണ് ഞാൻ ചോദിക്കാം. അതേപോലെ ഇവിടെ ഭഗവാൻ അർജുനോടും പറഞ്ഞു കൊടുക്കുകയാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഈ കലിയുഗത്തിൽ റെലവൻ്റ് അല്ല ഇത്. അതുകൊണ്ട് ഞാൻ ഈ യോഗ സിസ്റ്റം പ്രിസ്ക്രൈബ് ചെയ്യുന്നില്ല. പക്ഷെ ഫോർ യുവർ ഇൻഫർമേഷൻ ഞാൻ ഇത് പറഞ്ഞു തരുന്നു, അത്രേ ഉള്ളൂ. അതാണ് പ്രഭുപാദ ഇവിടെ പറയുന്നത്. ദിസ് ഈസ് വെരി ഡിഫിക്കൽട്ട് ഫോർ പീപ്പിൾ ഇൻ ജനറൽ ടു പെർഫോം, എസ്പെഷ്യലി ഇൻ ദ ഏജ് ഓഫ് കലി. അപ്പോൾ നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ഒരു പ്രോസസ് അല്ല എന്ന് നേരത്തെ കൂട്ടി നമ്മളോട് പറയാണ്. Although the eightfold yoga system is recommended, in this chapter the Lord emphasizes that the process of karma yoga or acting in Krishna consciousness is better. അപ്പോൾ ഈ അധ്യായത്തില് കർമ്മയോഗ ആക്ടിങ് ഇൻ കൃഷ്ണ കോൺഷ്യസ്നസ് ഇസ് ബെറ്റർ എന്ന് പറയുന്നു. മറ്റ് അഷ്ടാംഗ യോഗ ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി ഈ അധ്യായം അഷ്ടാംഗ യോഗത്തിനെ പറ്റിയാണെങ്കിലും കൂടിയിട്ട് കൃഷ്ണൻ പറയുന്നത് എന്താണ്, acting in Krishna consciousness or karma yoga in Krishna consciousness is better. Everyone acts in this world to maintain his family and their paraphernalia, but no one is working without some self-interest, some personal gratification, be it concentrated or extended. The criterion of perfection is to act in Krishna consciousness and not with a view to enjoying the fruits of work. To act in Krishna consciousness is the duty of every living entity because all are constantly parts and parcels. അപ്പോൾ നമുക്കറിയാം സകാമകർമ്മമുണ്ട്, നിഷ്കാമകർമ്മമുണ്ട്, ജ്ഞാനമാർഗമുണ്ട്, അതുപോലെ ധ്യാനമാർഗമുണ്ട്, ഭക്തിമാർഗമുണ്ട്. ഇതിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് ഭക്തിയാണ്. ഭക്തിയിൽ പൂർണ്ണ ഭക്തിയിൽ മാത്രമേ നമുക്ക് ഭഗവദ്ധാമിൽ പോകാൻ പറ്റൂ. മറ്റതൊക്കെ നമ്മൾ സ്ലോലി ഇൻകംപ്ലീറ്റ് ആണ്, നമ്മൾ പ്രോഗ്രസീവ് സ്റ്റേജിലാണ്. സകാമകർമ്മം നമ്മൾ പ്രോഗ്രസീവ് ആണ്, നിഷ്കാമകർമ്മം കുറച്ചും കൂടി മീതെയാണ്, പിന്നെ ജ്ഞാനം, പിന്നെ ധ്യാനം, പിന്നെ ഭക്തി. അപ്പം അങ്ങനെ സ്ലോലി ആൻഡ് ഗ്രാജുവലി നമ്മൾ ഭക്തിയിലെത്തിയാൽ നമുക്ക് തിരിച്ച് ഭഗവദ്ധാമിലെ നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് മടങ്ങിപ്പോകാൻ പറ്റും. കാരണം നമ്മൾ ആ ഭഗവാന്റെ പാർട്ട് ആൻഡ് പാർസൽ ആവണം. The limbs of the body do not act for self-satisfaction, but for the satisfaction of complete whole. Similarly, the living entity who acts for satisfaction of the supreme whole and not for personal satisfaction is the perfect sannyasi, the perfect yogi. അപ്പോൾ പെർഫെക്റ്റ് സന്യാസി ആരാണ്, പെർഫെക്റ്റ് യോഗി ആരാണ്, ആരാണോ ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് കർമ്മം ചെയ്യുന്നത് അവരാണ് പെർഫെക്റ്റ് സന്യാസി. സ്വന്തം ഇന്ദ്രിയ ഭോഗത്തിന് വേണ്ടിയിട്ടല്ല നമ്മൾ. കാരണം ഭഗവാന്റെ അംശങ്ങളാണ്. അംശങ്ങള് the whole entity പ്രീതിപ്പെടുത്തണം. The sannyasis sometimes artificially think that they have become liberated from all material duties and therefore they cease to perform Agnihotra Yajnas, 5 sacrifices, but actually they are self-interested because their goal is to become one with the impersonal Brahman.
ചില സന്യാസിമാരെ, എസ്പെഷ്യലി ജ്ഞാനമാർഗം സ്വീകരിച്ചുള്ള സന്യാസിമാരെ, അവർ വിചാരിക്കുന്നു അവരെല്ലാം മുക്തരായി, അതുകൊണ്ട് അവർക്ക് യജ്ഞങ്ങളൊന്നും, അതായത് ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങളും ചെയ്യേണ്ട ആവശ്യമില്ല. അവര് ഒറ്റ ഒരു ലക്ഷ്യമുള്ളൂ, ഭഗവാന്റെ ആ ജ്യോതിയിൽ ലയിക്കുക എന്നുള്ളത്. സച്ച് എ ഡിസയർ ഈസ് ഗ്രേറ്റർ ദാൻ എ മെറ്റീരിയൽ ഡിസയർ. അങ്ങനത്തെ ഒരു ആഗ്രഹം ഭൗതിക തലത്തിലുള്ള ആഗ്രഹത്തെക്കാളും എത്രയോ ഡേഞ്ചറസ് ആണ്. Their goal is to become one with the such a desire is greater than മെറ്റീരിയൽ ഡിസൈറിനെക്കാളും, അതായത് ഭൗതിക ലോകത്തിലെ ഡിസൈറിനെക്കാളും ബെറ്റർ ആണ് അങ്ങനെ ഒരു ഇമ്പേഴ്സണൽ ബ്രഹ്മൻ റിയലൈസേഷൻ ഉണ്ട്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് വിതൗട്ട് സെൽഫ് ഇൻട്രസ്റ്റ്. അതിനും നമ്മളുടെ ഒരു സെൽഫ് ഇൻട്രസ്റ്റ് ഉണ്ട് എന്നാ പറയുന്നത്. സിമിലർലി ദ മിസ്റ്റിക് യോഗി ഹു പ്രാക്ടീസ് ദ യോഗ സിസ്റ്റം വിത്ത് ഹാഫ് ഓപ്പൺ ഐസ്, സീസിങ് ഓൾ മെറ്റീരിയൽ ആക്ടിവിറ്റീസ്, ഡിസയർസ് സം സാറ്റിസ്ഫാക്ഷൻ ഫോർ ദ പേഴ്സൺ. അതേപോലെ അതിനും ഉയർന്ന തലത്തിലാണ് മിസ്റ്റിക് യോഗ സിസ്റ്റം, അഷ്ടാംഗ യോഗ സിസ്റ്റം. അതിലും ചെറിയ ഒരു നിക്ഷിപ്ത താല്പര്യമുണ്ട് എന്നാണ് പറയുന്നത്, സം സാറ്റിസ്ഫാക്ഷൻ. ബട്ട് എ പേഴ്സൺ ആക്ടിങ് ഇൻ കൃഷ്ണ കോൺഷ്യസ്നസ് വർക്ക്സ് ഫോർ ദ സാറ്റിസ്ഫാക്ഷൻ ഓഫ് ദ ഹോൾ വിതൗട്ട് സെൽഫ് ഇൻട്രസ്റ്റ്. എ കൃഷ്ണ കോൺഷ്യസ് പേഴ്സൺ ഹാസ് നോ ഡിസയർ ഫോർ സെൽഫ് സാറ്റിസ്ഫാക്ഷൻ. His criterion of success is the satisfaction of Krishna, and thus he is a perfect sannyasi or perfect yogi. Lord Chaitanya, the highest perfection symbol of renunciation, prays in this way: na dhanam na janam na sundarim kavidam va jagadisha kamaye mama janmani janmani ishware bhavadat bhaktir haitukittai. ഏറ്റവും ഉയർന്ന നിലയിലുള്ള ഒരു ഭക്തൻ എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും ഉൾക്കൊണ്ട് ജീവിക്കുന്ന ഒരു ഭക്തനാണ്. ന ധനം ന ജനം ന സുന്ദരി. അത് എനിക്ക് ധനം വേണ്ട, സ്വത്ത്, ഒരു പൊസിഷൻ ഒന്നും വേണ്ട, ന ജനം ഫോളോവേഴ്സും വേണ്ട, സുന്ദരിയും, അതായത് പുരുഷനാണെങ്കിൽ നല്ലൊരു സ്ത്രീ ആഗ്രഹിക്കുന്നു, സ്ത്രീ ആണെങ്കിൽ നല്ലൊരു പുരുഷൻ വേണമെന്നുള്ള ആഗ്രഹം ഉണ്ടാവും, അതും വേണ്ട. കവിതാം വാ ജഗദീശ കാമയെ മമ ജന്മനി ജന്മനീശ്വരി ഭവതത് ഭക്തി രാഹിത്തുകിത്. ഇതൊന്നും ഇല്ലാണ്ട് ഭഗവാന്റെ ആ പ്രീതി മാത്രം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അവർക്ക് ഭവതത് ഭക്തി അഹിത്തുകിത്വയി. എന്താണ്? എത്ര തന്നെ ജന്മെടുത്താലും ശരി, എത്ര ജന്മെടുത്താലും ശരി, ഭഗവാന്റെ സേവ അത് മാത്രം ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. അതാണ് ശരിക്കുള്ള ഭക്തൻ. ഓ Almighty Lord, I have not decided to accumulate wealth, nor to enjoy beautiful women, nor do I want any number of followers. What I want only is a costless mercy of your devotional service in my life birth after. ഭക്തിയുടെ സേവനം, ജന്മനി ജന്മനീശ്വരി, വീണ്ടും വീണ്ടും ജനിച്ചും അങ്ങനെ ബർത്ത് ആഫ്റ്റർ, ഓരോ ജന്മത്തിലും എനിക്ക് ഭഗവാന്റെ ഡിവോഷണൽ സർവീസ് ചെയ്യാനുള്ള ഒരു കോസ്റ്റ്ലെസ് മേഴ്സി അങ്ങനെ ഉണ്ടാകണം. അല്ലാതെ എനിക്ക് ധനമോ ഫോളോവേഴ്സോ അല്ലെങ്കിൽ സുന്ദരി അങ്ങനെയൊന്നല്ല വേണ്ടത്. എനിക്ക് ഭഗവാന്റെ ഭഗവത് സേവനം ബർത്ത് ആഫ്റ്റർ ബർത്ത്, എവിടെ ജനിച്ചാലും കുഴപ്പമില്ല, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതാണ് ടോപ്പ് മോസ്റ്റ് ലെവലുള്ള ഒരു ഡിവോട്ടിയുടെ ആഗ്രഹം എന്ന് ഇവിടെ പറയാം. അതായത് ഈ അഷ്ടാംഗ യോഗ ഇതെല്ലാം ഒരു സ്റ്റെപ്പ് മാത്രമാണ് ടുവേഴ്സ് റീച്ചിങ് ദ ഭക്തി മാർഗ എന്നാണ് പറയുന്നത്. ഇപ്പൊ ടെക്സ്റ്റ് 2 അടുത്ത ക്ലാസ്സിൽ. ഓക്കെ, സോ വാഞ്ച കൽപ്പതരുഭ്യശ്ച കൃപാസിന്ധുഭ്യവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. अनंतकोटि वैष्णव की जय, श्रील प्रभुपाद की जय, गुरु महाराज की जय, निताय गो प्रेमानंदे, हरि हरि बोल. ഹരേ കൃഷ്ണ പ്രഭു. അപ്പൊ ധ്യാനയോഗം ഭഗവാൻക്ക് എത്തിപ്പെടാനുള്ള ഒരു മാർഗം തന്നെയല്ലേ പ്രഭു? അതിപ്പോ ഞാൻ നമ്മളൊരു ലാഡർ എടുക്കുക, കേൾക്കുന്നില്ലേ? ഒരു ലാഡർ എടുക്കുകയാണ്. ഓക്കെ, ലാഡറിലത്തെ ആദ്യത്തെ സ്റ്റെപ്പ്, രണ്ടാമത്തെ സ്റ്റെപ്പ്, 10ാമത്തെ സ്റ്റെപ്പിൽ എത്തുമ്പോൾ നമ്മുടെ ടെറസിലെത്തുന്നുള്ളൂ. അപ്പൊ ടെറസാണ് നമ്മുടെ ഉദ്ദേശ സ്ഥലം, ലക്ഷ്യസ്ഥാനം, ഗോളകം എന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ ഓരോ പടി കയറിയിട്ട് അങ്ങനെ അവസാനം 10ാമത്തെ സ്റ്റെപ്പിലെത്തിയാൽ നമുക്ക് നേരെ ടെറസിലേക്ക് എത്താൻ പറ്റും. അതേപോലെ തന്നെ കർമ്മയോഗം, സകാമകർമ്മയോഗം, നിഷ്കാമകർമ്മയോഗം, ജ്ഞാനയോഗം, ധ്യാനയോഗം, അങ്ങനെ ഓരോ സ്റ്റെപ്പാണ് അതൊക്കെ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ 4 സ്റ്റെപ്പാണെന്ന് വിചാരിക്കുക. ഇപ്പൊ സകാമകർമ്മ, അല്ലെങ്കിൽ കർമ്മയോഗം, ജ്ഞാനയോഗം, ധ്യാനയോഗം, ഭക്തിയോഗം. ഭക്തിയോഗം 4ാമത്തെ സ്റ്റെപ്പ്.
അതിൽ അവിടെ നമ്മൾ വൈകുണ്ഠത്തിലെത്തുന്നു. അപ്പൊ ഒരു സ്റ്റെപ്പാണ്, പ്രോഗ്രസീവ് സ്റ്റെപ്പാണ്. അല്ല, അങ്ങനെ പ്രത്യേകം നമ്മുടെ ഒരു ശ്രീകൃഷ്ണ മിനിറ്റ്. ഭഗവാൻ സോറി, പറഞ്ഞോളൂ മാധവി. അങ്ങനെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഇത് ഒരു സ്റ്റെപ്പ് വഴി മാത്രമാണ് എന്നിലേക്ക് എത്താനുള്ളത് എന്ന്. ഭക്തിയുടെ മാത്രം വേറെ ഇതൊക്കെ അങ്ങനെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടോ? ഇതൊക്കെ ഓരോ സ്റ്റെപ്പാണ്. ഇപ്പൊ നമ്മൾ പറയുമ്പോൾ SLC-യിൽ എത്തണമെന്നുണ്ടെങ്കിൽ 1, 2, 3, 4, 5, 6 ആ ക്ലാസ് കൂടെ കടന്നു പോകണേ നല്ല SLC-യിൽ എത്താൻ പറ്റൂ. ഗ്രാജുവേഷൻ വേണമെങ്കിൽ 10ാം ക്ലാസ് കഴിഞ്ഞ് 12ാം ക്ലാസ് കഴിഞ്ഞ് ഗ്രാജുവേഷൻ. അതേപോലെ ഓരോ പ്രോഗ്രസീവ് സ്റ്റെപ്സ് ആണ് ഇതൊക്കെ. അപ്പൊ നമ്മുടെ ചില ആൾക്കാർക്ക് ഭാഗ്യം കിട്ടും ഡയറക്ട്ലി ഈ ഭക്തി മാർഗത്തിൽ വരാൻ. അപ്പൊ ഇത് ചെയ്തോളം നിർബന്ധമില്ല, പക്ഷെ അങ്ങനെ ഒരു പ്രോസസ് ഉണ്ട്. അല്ല, അപ്പൊ നമ്മുടെ അർജുനൻ പറയുന്നുണ്ടല്ലോ ഇതെനിക്ക് അപ്രാപ്യമാണെന്ന്. അപ്പൊ അത് പറഞ്ഞു കൊടുക്കുന്നത് അപ്പൊ സ്റ്റെപ്പുകളാണെന്നുള്ള തരത്തിൽ മാത്രമാണോ ഭഗവാൻ അല്ല, പറയുന്നത്? പല സമയത്തും പല പ്രോസസ്സും ഉണ്ട്. പല ആചാര്യന്മാരും പല ഫിലോസഫിയും അങ്ങനെ പല പ്രോസസ്സും പല യുഗങ്ങളിലും പലതരത്തിലുള്ള പ്രോസസ്സ് ഉണ്ട്. അതൊന്നും തെറ്റല്ല, പക്ഷെ അത് കംപ്ലീറ്റ് അല്ല, അത് റിലവൻ്റ് അല്ല എന്ന കാര്യങ്ങൾ ഇതെല്ലാം ഉണ്ടെങ്കിൽ ഇപ്പൊ ഈവൻ ധ്യാനയോഗം പറഞ്ഞു കൊടുക്കുന്നത് ജസ്റ്റ് ഇൻഫർമേഷൻ ചെയ്യുന്നതാണ്. അത് ഭഗവാൻ തന്നെ പറയേണ്ടത് നമുക്ക് പറ്റുന്നല്ല, അർജുനും പറയുന്നുണ്ട് പറ്റുന്നില്ല, മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, പക്ഷെ ഒരു ഇൻഫോർമേഷൻ എന്നുള്ള നിലയ്ക്ക് അത് പറഞ്ഞു കൊടുക്കുന്നു. പക്ഷെ ഏറ്റവും ഉതകുന്നത് ഭക്തിമാർഗമാണ്. ഇപ്പൊ നമ്മൾ ഈ ഭക്തിമാർഗത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഈ ജ്ഞാനമാർഗവും കർമ്മമാർഗവും ധ്യാനമാർഗവും എല്ലാം ഏതോ ജന്മത്തിൽ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഡയറക്റ്റ് ഈ ഭക്തിമാർഗത്തിൽ എത്തിയെന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഭഗവത്ഗീത ഇവിടെ കലിയുഗത്തിലുള്ളവർക്കും മാത്രമല്ല മുന്നേ തന്നെ ഉള്ളതാണ്. അപ്പൊ അവിടെയും ഇത് മാത്രം സ്പെസിഫിക് ആയിട്ട് എടുത്തിട്ട് ചെയ്തുള്ള ആൾക്കാരില്ലേ ധ്യാനം? അന്നൊന്നും അല്ല, അന്ന് ആ യുഗത്തിൽ അതായിരുന്നു അതിന്റെ പ്രോസസ്സ്. അപ്പൊ അത് ചെയ്തോട്ടെ. പക്ഷെ എങ്കിലും നാമം എല്ലാ സമയത്തും ഉണ്ട്. അപ്പൊ ഓരോ സമയത്തും എന്താണോ അതിന്റെ റിലവൻ്റ് ആയിട്ടുള്ള ഒരു ഇത് അത് പ്രകാരം നമ്മൾ ചെയ്യുക. ഇപ്പോൾ നമ്മളൊരു ബിൽഡിങ് ഒരു 100 കൊല്ലം മുമ്പേ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കിയിരുന്നു. ഒരൊറ്റ വഴി ഉണ്ടായിരുന്നുള്ളൂ അന്ന്, സ്റ്റെയർ കേസ്. അന്ന് ലിഫ്റ്റ് ഉണ്ടായിരുന്നില്ല. ഇന്ന് ലിഫ്റ്റ് ഉണ്ട്, പെട്ടെന്ന് എത്താം. അപ്പൊ നമ്മൾ എന്താ സ്റ്റെയർ കേസ് ഉപയോഗിക്കോ ലിഫ്റ്റ് ഉപയോഗിക്കോ? ലിഫ്റ്റ് അല്ലേ? ഇപ്പൊ 2 വഴിയുണ്ട്, ഇപ്പൊ 2 മാർഗമുണ്ട്. അന്ന് പ്രൊഡോമിനൻ്റ്ലി ധ്യാനമാർഗമായിരുന്നു, അല്ലെങ്കിൽ യജ്ഞങ്ങളായിരുന്നു, അല്ലെങ്കിൽ ടെമ്പിൾ വർഷിപ്പ് ആയിരുന്നു. ഇന്ന് അതൊന്നും നടക്കില്ല. അതേ റിസൾട്ട് നമുക്ക് നാമസങ്കീർത്തനങ്ങൾ. പക്ഷെ നാമം എന്നുള്ള എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. പക്ഷെ പ്രിഡോമിനൻ്റ്ലി ഒരു പ്രോസസ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. അന്നത്തെ ലൈഫ് സ്പാനും അന്നത്തെ ദേശകാലപാത്രം അനുസരിച്ചിട്ട് വ്യത്യസ്തമായിട്ടുള്ള പ്രോസസ്സ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഭഗവാൻ തന്നെ. അതുകൊണ്ട് നമ്മളുടെ ഇന്നത്തെ കാലത്ത് പ്രായേണ അല്പായുഷ സഭ്യ, നമ്മളുടെ ആയുസ് വളരെ അല്പമാണ്. ബാക്കിയുള്ള മന്ദ സുഗന്ധ മതിയോ മന്ദഭാഗ്യ ഉപദ്രവമുള്ള നെഗറ്റീവ് ക്വാളിഫിക്കേഷൻസ് ഉള്ളത് കൊണ്ട് ഈ കലിയുഗത്തില് ഭക്തിമാർഗമാണ് ഏറ്റവും ഉതകുന്ന മാർഗം. അത് പറഞ്ഞു കൊടുക്കുന്നു. അന്ന് ആയുസുണ്ടെങ്കിലും അന്നും എളുപ്പമുള്ള മാർഗം തന്നെയല്ലേ ഈ ഭക്തിയോഗം? അല്ലല്ല, അന്ന് ഭക്തിയോഗം പറഞ്ഞിട്ടില്ല. അല്ല, അപ്പൊ അതെന്തുകൊണ്ടാണ് ഇത്രയും എളുപ്പമുള്ളത് അന്ന് അവര് സ്വീകരിക്കാത്തത്? കാരണം അന്ന് ആ പ്രോസസ് അങ്ങനെയാണ്. അതാണ് ഹൃദയ ധ്യായതവും വിഷ്ണുവും ത്രേതായം യജതോമുഖൈ ദ്വാപരി പരിചര്യായം കലൗത്ത കീർത്തനാഥ്. അപ്പൊ അന്നും ഭക്തിയുണ്ട്, ഭക്തിയില്ല എന്നല്ല പറയണത്. പക്ഷേ അന്നത്തെ പരിസ്ഥിതിക്ക് അനുസരിച്ച് ദേശകാലപാത്രം അനുസരിച്ചിട്ട് പ്രോസസ്സ് അങ്ങനെയാണ്. ധ്യാനം, അഷ്ടാംഗയോഗം. അപ്പൊ അന്നത്തെ ആ അഷ്ടാംഗയോഗം ഇന്നിവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് വിവരത്തിന് വേണ്ടിയിട്ട്. പക്ഷെ അന്നത്തെ പ്രോസസ് പിന്നെ യോമയജ്ഞാദികൾ വന്നു. അപ്പൊ ഓരോ യുഗത്തിനും അതിൻ്റെതായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, ആ ഒരു സ്വഭാവങ്ങളുണ്ട്. ആ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ സ്വഭാവം അനുസരിച്ച് പ്രത്യേക വിധികൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ വിധികൾ കൂടെ നമുക്ക് എത്താൻ പറ്റും. പക്ഷെ ഭക്തി അന്നുണ്ട്, ഭക്തി ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ അന്ന് ജീവിത ദൈർഘ്യം കൂടുതലാവുകൊണ്ട് അങ്ങനത്തെ എലോബറേറ്റ് പ്രോസസ്സ് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഭഗവാനിൽ മാത്രം കേന്ദ്രീകരിച്ച് ധ്യാനിച്ച് സമാധിയിലെത്തി ഭഗവത് പ്രാപ്തി നേടാനുള്ള ഒരു അവസരം അന്നുണ്ടായിരുന്നു. ഇന്ന് അതൊന്നും സംഭവിക്കില്ല, നടക്കില്ല. അതിനുള്ള സമയമില്ല, അതിനുള്ള എനർജി നമുക്കില്ല, അതിനുള്ള ബുദ്ധി ഇല്ലാത്തതുകൊണ്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ്സ് നമുക്ക് പറഞ്ഞു തരുന്നു. അത്രയേ ഉള്ളൂ. ഭക്തി ഇല്ലാണ്ട് നമുക്ക് എത്തില്ല. ഭക്തി എപ്പോഴും വേണം. ആ പ്രോസസ്സിലൂടെയും ഭഗവാനിക്ക് എത്താന്നല്ലേ പറയണത്? അപ്പൊ അതിന്റെ അർത്ഥം ഏതിലെ ആ പ്രോസസ്സ് അന്ന് ചെയ്തില്ലെങ്കിൽ പക്ഷെ അത് പ്ലസ് ഭക്തി, ആ പ്രോസസ് പ്ലസ് ഭക്തി.
ഓ ഭക്തിയിലാണ് ആർക്കില്ല. ഭക്തി ഉം. മസ്റ്റാണ്. ധ്യാനയോഗം പ്ലസ് ഭക്തി, അതിന്റെ അൾട്ടിമേറ്റ് ബെനിഫിഷ്യറി ഭഗവാനാണ്, ഭഗവാന്റെ പ്രീതിയാണ്. യജ്ഞം ചെയ്യുന്ന ഭഗവാന്റെ പ്രീതിക്കാണ് അൾട്ടിമേറ്റ് ബെനിഫിഷ്യറി. ടെമ്പിൾ വർഷിപ്പ് ചെയ്യുന്ന അൾട്ടിമേറ്റ് ബെനിഫിഷ്യറി ഭഗവാനാണെന്ന് നമ്മൾ മനസ്സിലാക്കി ഭക്തിയോടുകൂടി ചെയ്യണം. ഇതൊക്കെ ചെയ്യുന്ന കർമ്മം ചെയ്യുന്നുണ്ട്, ധ്യാനം ചെയ്യുന്നുണ്ട്, ജ്ഞാനമുണ്ട്, ഭക്തി ഇല്ലെങ്കിൽ എവിടെ എത്തില്ല, ഏത് യുഗത്തിലും എത്തില്ല. അൾട്ടിമേറ്റ്ലി ഭക്തിയാണ് അതിന്റെ ഫാക്ടർ. പക്ഷെ യോഗി അങ്ങനെ ഇരിക്കുമ്പോ ആ സമാധി തലത്തിലേക്ക് എത്തുമ്പോ പിന്നെ എവിടെയാണ് ഭക്തിയുടെ ആവശ്യം അവിടെ വരുന്നത്? സമാധി തലത്തിൽ കംപ്ലീറ്റ് അല്ലേ? അപ്പൊ ഇൻകംപ്ലീറ്റ് ആയി ഭക്തി ഇല്ലെങ്കിൽ. അപ്പൊ അവർക്ക് ബ്രഹ്മനിലെ എത്താൻ പറ്റുള്ളൂ. അല്ല, ഇവിടെ പറയണുണ്ടല്ലോ ബ്രഹ്മഭൂയായ കൽപ്പതേ നാ ശോചതി നാ കാംക്ഷതി എന്ന് പറയുമ്പോ അവിടെ സമാധി തലത്തില് നാ ശോചതി നാ കാംക്ഷതി തന്നെയാണല്ലോ. അല്ല, അവരുണ്ടാവില്ല. കാരണം അവര് ന്യൂട്രൽ സ്റ്റേജിൽ എത്തുന്നുള്ളൂ, ഭഗവാന്റെ സേവനിലേക്ക് എത്തുന്നില്ല, അപ്പൊ അൾട്ടിമേറ്റ് ഡെസ്റ്റിനേഷനിൽ എത്തുന്നില്ല. അത് കഴിഞ്ഞ് വീണ്ടും അവർ പതനം ചെയ്യും. അപ്പൊ അതുകൊണ്ടല്ല, അൾട്ടിമേറ്റ്ലി അത് ഇൻകംപ്ലീറ്റ് ആണ്. സായുജ്യമുക്തി അതായത് ജ്ഞാനികൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ യോഗ്യവര്യന്മാരെ ആഗ്രഹിക്കുന്ന ആ സായുജ്യ തലത്തിലുള്ള ആ ലിബറേഷൻ ഇൻകംപ്ലീറ്റ് ആണെന്ന് ഭഗവാൻ പറയുന്നുണ്ട്. കാരണം വെച്ചാൽ കുറെ കാലം അവിടെ ശാന്തി സമാധാനം ഉണ്ട്, പക്ഷെ അവിടെ സേവനം ഇല്ലാത്തതുകൊണ്ട് എന്താണ്, ആനന്ദമില്ല. ആനന്ദം ആണ് ഗോലോകത്തിലും വൃന്ദാവനത്തിലും കിട്ടുന്നത്. അപ്പൊ അപ്പൊ അതുകൊണ്ട് ഒരു ഡൗട്ട് കൂടി, നമ്മുടെ 5-ാമത്തെ അധ്യായത്തിലെ അവസാനം യോഗിനാം അഭിസർവേഷം അർഗതാര അന്തരാത്മനാന്നല്ലേ? അപ്പൊ അവിടെ അന്തരാത്മന എന്ന് പറയുമ്പോ അവിടെ ഒരു സേവ ചെയ്യണം എന്നുള്ള ഒരു ഇതിലല്ലല്ലോ അവിടെ പറയുന്നത്. എന്നെ ഉള്ളിൽ ധ്യാനിക്കുന്ന ആള് അവിടെ ആ ധ്യാനയോഗീനെ തന്നെയല്ലേ പറയണതെന്ന് അതെ, തോന്നുന്നു. അതാണ് അതില് യോഗി വര്യന്മാരിൽ അവരാണ് ബെസ്റ്റ്. ഭക്തിയിൽ പറഞ്ഞില്ലല്ലോ. യോഗി വര്യന്മാരിൽ ആരാണോ എന്നെ എപ്പോഴും സതതം എന്നെ ധ്യാനിച്ചു കൊണ്ട് അവര് ബെസ്റ്റ്. പക്ഷെ അത് അവര് പരമപദത്തിൽ എത്തുന്ന യാതൊന്നും അവിടെ പറഞ്ഞില്ലല്ലോ. അവർക്ക് ലിബറേഷൻ വരെ എത്താൻ പറ്റും. അപ്പൊ ആ യോഗ പ്രാക്ടീസ് ചെയ്യുന്നതില് ഏറ്റവും ശ്രേഷ്ഠമായ യോഗിനാം അഭി സർവേശാം ഉള്ള ആ ഒരു ഇതിലാണ് പറയുന്നത്. പക്ഷെ അവര് ഭക്തി കൂടി കൂടുമ്പോഴാണ് സേവനം അനുഷ്ഠിക്കാൻ വേണ്ടിയിട്ട് അവിടെ ആനന്ദാമ്പുതി വർധനം ചെയ്യുന്നു. ഇവിടെ ന്യൂട്രലായിട്ട് ശാന്തി സമാധാനമായിട്ട് നിൽക്കുന്നു. പിന്നെ കുറെ കാലം കഴിയുമ്പോൾ സേവനം ചെയ്യാനുള്ള ആഗ്രഹം ഉള്ളെടുക്കുന്നു. വീണ്ടും നമ്മൾ ജനിക്കുന്നു, ഭക്തന്മാരായിട്ട് സംസർഗം ചെയ്യുന്നു, വീണ്ടും ഒരു നല്ല ഭക്തനായിട്ട് ഭഗവത് പ്രാപ്തി നേടുന്നു. അവിടുന്ന് പിന്നെ വീണ്ടും പ്രൊമോഷൻ കിട്ടി പോകണം എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഒരു ഭക്തനായിട്ട്. സാധാരണ അവര് ഇവിടേക്ക് വീഴുന്ന പതന്തി അതഹ 11-ാമത്തെ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. അങ്ങനത്തെ അവിടുന്ന് പ്രൊമോഷൻ കിട്ടി പോവോ? അങ്ങനെ എക്സെപ്ഷണൽ കേസൊക്കെ സംഭവിക്കാം, പറയാൻ പറ്റില്ല. പക്ഷെ സാധാരണ അവര് തിരിച്ച് ഇവിടെ താഴേക്ക് വരുന്നവരാണ് സാധാരണ. അത് പക്ഷെ അത് ഉടനെന്നല്ല, എത്രയോ കാലം നമുക്ക് കണക്കൂട്ടാൻ പറ്റില്ല. പക്ഷെ അവര് സേവനമാണെങ്കിൽ സേവന മനോഭാവം ഉടലെടുക്കണം. എന്നാൽ മാത്രമാണ് അവർക്ക് ഭക്തന്മാരായിട്ട് ഭഗവാനെ സേവിക്കാൻ വൈകുണ്ഠത്തിലോ ഗോലോകത്തിലോ, അല്ലെങ്കിൽ അതൊന്നും പോയില്ല. ഭക്തനാവാണ്ട് പോവാം. സേവന മനോഭാവം ഇല്ലെങ്കിൽ എങ്ങനെ അവിടെ പോകാൻ പറ്റുക? ഭഗവാൻ ഉണ്ട് എന്നുള്ളൊരു മനോഭാവം ഇല്ലെങ്കിൽ ഭഗവാനെ സേവിക്കാൻ എങ്ങനെ? ആദ്യം ഭഗവാൻ ഉണ്ട് എന്നുള്ള ആ ഒരു കൺസെപ്റ്റിൽ എത്തണം. ഭഗവാൻ ശക്തിയല്ല വ്യക്തിയാണെന്നുള്ള, പേഴ്സൺ ആണെന്നുള്ള കൺസെപ്റ്റ് മനസ്സിലാക്കി അപ്പം മാത്രമാണ് സേവനം അവിടെ ആരംഭിക്കുന്നത്. ഭഗവാൻ വ്യക്തിയല്ലെങ്കിൽ പിന്നെ അവിടെ സേവനം ഉള്ളത്? അല്ല പ്രഭു, അപ്പൊ കൃഷ്ണായ വാസുദേവായ ഹരി പരമാത്മനെ, ആ പരമാത്മ രൂപത്തിലുള്ളവരെയാണ് ഈ യോഗികള് ധ്യാനിക്കണം എന്ന് പറയുമ്പോ അവിടെ ഒരു വ്യക്തി ഇല്ലേ? അവിടെ വ്യക്തിയില്ല, ശക്തിയാണ്. പരമാത്മ അത് നമ്മളുടെ കൺവീനിയൻസ് വേണ്ടി ഒരു ഫോം 400 വിഷ്ണു ഫോം കാണുന്നു. അത് കഴിഞ്ഞിട്ട് ലയിക്കാണ്. ആ പരമാത്മാവ് ഈ ശക്തിയുടെ ഒരു ഫോം മാത്രമാണ്. അൾട്ടിമേറ്റ്ലി ഒറിജിനൽ ശക്തിയാണ്. ആ ശക്തി ഒരു പരമാത്മാവിന്റെ രൂപത്തിലെ 400 ഫോം വിഷ്ണു ഫോമിൽ വരുന്നു ഭൗതിക ലോകത്തില് നമ്മളുടെ കൺവീനിയൻസിന് വേണ്ടിയിട്ട്. അത്രേ ഉള്ളൂ. അത് തന്നെയല്ലേ ഒരു വ്യക്തി ഉണ്ട്. പക്ഷെ നമ്മളിപ്പോ വിഗ്രഹ രൂപത്തില് അതിനെ ജപിക്കുമ്പോഴായാലും അതിനെ കണ്ടുകൊണ്ട് ജപിക്കും. അതേപോലെ തന്നെയല്ലേ ധ്യാനയോഗികളും ഒരു വ്യക്തി അവിടെ ഉള്ളത് കൊണ്ട് തന്നെയാണ് അവര്. അല്ല. ഇത് അവരുടെ കൺസെപ്റ്റ് പറഞ്ഞാൽ ശക്തിയിൽ നിന്നും വ്യക്തി വരുന്നു. ഈ വ്യക്തിയെ ഉപാസിച്ചു കഴിഞ്ഞ് നമ്മൾ ശക്തിയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ വ്യക്തി പോയി.
നമ്മളുടെ ഫിലോസഫി വ്യക്തിയാണ് അൾട്ടിമേറ്റ് സോഴ്സ്, ഒറിജിനൽ സോഴ്സ്. ആ വ്യക്തിയിൽ നിന്നാണ് ശക്തി വരുന്നത്. ശക്തിമാൻ നിന്നാണ് ശക്തി വരുള്ളൂ. ശക്തിയിൽ നിന്ന് ശക്തിമാൻ വരില്ല. ഇവരുടെ ഫിലോസഫി ഉൾട്ടാണ്. നമ്മളുടെ ഫിലോസഫി പറഞ്ഞാൽ ഒറിജിനൽ ഈസ് വ്യക്തി, പേഴ്സൺ. ഫ്രം പേഴ്സൺ കംസ്, ഫോർ എക്സാമ്പിൾ, ഗവർണർ ആൻഡ് ഗവർണൻസ്. ഗവർണൻസ് പറഞ്ഞാൽ എന്താണ്? വ്യവസ്ഥകൾ, ഗവർണൻസ്. ഇപ്പൊ ഒരു ഓഫീസിൽ, ഒരു മുനിസിപ്പാലിറ്റി ഓഫീസർ, ഒരു പഞ്ചായത്ത് ഓഫീസർ, വില്ലേജ് ഓഫീസർ, ഗവർണൻസ്, അവരുടെ ആ ഗവർണർ ഇറക്കുന്ന നിയമവ്യവസ്ഥ പ്രകാരമാണ് കാര്യങ്ങൾ നടക്കുക. അപ്പൊ ആരാണ് മുകളില്? ഗവർണറാണ്. ഗവർണറാണ് ഈ നിയമവ്യവസ്ഥകൾ കൊണ്ടുവരുന്നത്. അല്ലാണ്ട് നിയമവ്യവസ്ഥകളല്ല ഗവർണറെ സൃഷ്ടിക്കുന്നത്. എന്നാലും പ്രഭു വീണ്ടും വരികയാണ്, നമുക്ക് വേറൊരാള് കറക്റ്റ് ഒരു ജ്ഞാനയോഗി വന്ന് മുന്നിലെത്തിയാലും നമുക്ക് അത് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടും കൂടിയിട്ടാണ്. ഇപ്പൊ അവര് ധ്യാനിക്കുന്നുണ്ട്. അത് ധ്യാനം എന്ന് പറയുമ്പോ ആ ആളെ പരമാത്മ രൂപത്തിൽ സ്മരിച്ചുകൊണ്ടിരിക്കണ പോലെ തന്നെയല്ലേ നമ്മുടെ പ്രഹ്ലാദനും അവിടെ സ്മരണയിലാണ് കൂടുതൽ ഇതായത് അല്ലെ? ആ സ്മരണം എപ്പോഴും വേണം. സ്മരണം ഇല്ലാണ്ട് നടക്കില്ല. പക്ഷെ ആ ഉദ്ദേശശുദ്ധിയാണ് അവിടെ ലക്ഷ്യം. അതൊരു വ്യക്തിയാണോ ശക്തിയാണോ, നിങ്ങൾ ആരാണ് പരമം ഉന്നത തലത്തില് സോഴ്സ് ആരാണ്? നമ്മൾ ഇവിടെ സോഴ്സ് ഇവരെ സംബന്ധിച്ചോളം ആരാണ്? ശക്തി. നമ്മളുടെ സോഴ്സ് വ്യക്തിയാണ്. ഇപ്പൊ നമ്മൾ പരമപദത്ത് പറഞ്ഞാൽ വ്യക്തിയിലെത്ത, വ്യക്തി പറഞ്ഞാൽ അവിടെ സേവനമുണ്ട്. സേവനം എവിടെയാണ്? വൈകുണ്ഠത്തിലുള്ളൂ, ഗോലോകത്തിലുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മളെ അവിടെ പോവും. ഇവരെ സായുജ്യമുക്തി ശക്തിയിലേക്ക് പോവും. ഭക്തന്മാര് എവിടെ പോവും? വൈകുണ്ഠത്തിൽ പോവും. അവര് തിരിച്ചു വരില്ല, ഇവര് തിരിച്ചു വരും. കാരണം ഇത് ഇൻകംപ്ലീറ്റ് ആണ്. പക്ഷെ പ്രഭു, ഒരാള് എന്നെ സമീപിക്കുക എന്ന് പറഞ്ഞാല് ആ ഭഗവാന്റെ ആ സ്മരണയിലായാലും ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോ ആ ഭഗവത് ഗുണങ്ങൾ ഏത് തരത്തിലായാലും ഭഗവാനായിട്ടുള്ള ആ ഒരു പരമാത്മ രൂപത്തിലായാലും കണക്റ്റഡ് ആവുമ്പോ ഭഗവാന്റെ ആ ഗുണങ്ങൾ വരുമ്പോ അവർക്ക് വേണ്ടുന്ന ജ്ഞാനം ഇതൊക്കെ കൊടുക്കൂല. അപ്പൊ ആ ഒരു സമാധി തലത്തിലേക്ക് എത്തിയാലും അവിടെ വെളിപ്പെടുത്തി കൊടുക്കാത്തത് എന്താ? ഭഗവാൻ എന്നൊരു കാരണം അവർക്ക് വിശ്വാസം ഇല്ല ഇദ്ദേഹം പേഴ്സൺ ആണെന്നുള്ളത്. വിശ്വാസം വേണ്ടേ? ഒരാൾക്ക് വിശ്വാസം എന്താ? ഭഗവാൻ എന്ന് പറഞ്ഞാൽ ശക്തിയാണ്, വ്യക്തിയല്ല എന്നുള്ള അടിയുറച്ച വിശ്വാസം അവർക്കുണ്ട്. അതുകൊണ്ട് ഭഗവാൻ ആ തരത്തിൽ തഥാസ്തു. എന്താണ് നിങ്ങളുടെ വിശ്വാസം? അത് വിശ്വാസം കാത്തുരക്ഷിക്കട്ടെ. എപ്പോഴാണോ ആ വിശ്വാസം നമ്മൾ മാറിയിട്ട് ഭഗവാൻ ശക്തിയല്ല വ്യക്തിയാണ്, അത് വരുമ്പോൾ മാത്രമാണ് അപ്പോൾ ഭഗവാൻ അതെല്ലാം നേർവഴി കാണിച്ചു കൊടുക്കും. അതുവരെ ഓക്കെ, ഞാൻ ശക്തിയാണ്, നിങ്ങൾ അതിലാണ് വിശ്വസിക്കുക, ഓക്കെ, സോ ബീറ്റ്, തഥാസ്തു. അല്ല വ്യക്തിയാണെങ്കിൽ ഓക്കെ, സോ ബീറ്റ്, അപ്പൊ അതിനുള്ള വഴി കാണിച്ചു കൊടുക്കും. അപ്പൊ നമ്മളുടെ ആഗ്രഹം എന്താണ്, നമ്മൾ എന്താണോ കൺവിക്ഷൻ, അതനുസരിച്ച് ഭഗവാൻ അതിനുള്ള ഇത് തരും. അല്ല, എനിക്ക് ഭഗവാന്റെ ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ സോഴ്സ് എന്താണ് അറിയാനുള്ള ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഭഗവാനെ എനിക്ക് അതിനുള്ള വഴി കാണിച്ചു തരും പറഞ്ഞാൽ അപ്പൊ ഭഗവാൻ. അല്ല, നമുക്ക് കൺവിക്ഷൻ ഉണ്ട് ഭഗവാൻ ശക്തിയാണ്, പിന്നെ അതിലപ്പുറം ഒന്നും ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഭഗവാൻ പിന്നെ അതിലെ തുനിയില്ല. നമ്മളെ ഇപ്പൊ എന്നെ സംബന്ധിച്ച് അങ്ങനെ വലിയ ഇതിൽ കൂടെ ഒന്നും പോവാണ്ട് നമ്മള് ഒരു വിഷമഘട്ടത്തിൽ, എന്തെങ്കിലും പ്രതിസന്ധി ഘട്ടത്തില് ഭഗവാനെ സമീപിക്കുന്നു. ഭഗവാൻ ഈ ഒരു ഇതിലേക്ക്, ഭഗവാൻ വ്യക്തിയാന്നുള്ള ഒരു ഇതിലേക്ക് നമ്മൾ എത്തിച്ച് ഇത്രയും വളരെ ചുരുക്കകാലം കൊണ്ട്. അത് അല്ല, അത് ഒരു മിനിറ്റ്, ചുരുക്കകാലം അല്ല അത്. നമ്മൾ കഴിഞ്ഞ അധ്യായം കാണുന്നില്ല. നമ്മള് കഴിഞ്ഞ അധ്യായങ്ങൾ അറിയുന്നില്ല. കാരണം അതിനുള്ള അറിവോ ഓർമ്മശക്തിയോ ഭഗവാൻ തന്നില്ല. നമ്മൾ കഴിഞ്ഞ അധ്യായം എവിടെ വെച്ച് നിർത്തി നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ നമ്മളൊരു ഭക്തനായിരിക്കാം, ഒരു ഭക്തയായിട്ടായിരിക്കാം. അതുകൊണ്ട് അവിടുന്ന് കണ്ടിന്യൂ ചെയ്യാണ്. അല്ല, നമ്മൾ ജ്ഞാനം, കർമ്മം ഇതൊന്നല്ല ഫോളോ ചെയ്തെന്ന്. കഴിഞ്ഞ ജന്മത്തില് ഭക്തി അധുരമായി ഇൻകംപ്ലീറ്റ് ആയിട്ട് നിർത്തിയ ആൾക്കാരാണ് നമ്മള്. അതുകൊണ്ട് എവിടെ നിർത്തി അവിടുന്ന് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു അവസരം നമുക്ക് കിട്ടി. അതുകൊണ്ട് ഡയറക്റ്റ്ലി നമ്മൾ ഭക്തി മാർഗത്തിൽ വന്നത്. അപ്പൊ ഈ അല്പസമയം എന്ന് പറയുന്നത് ശരിയല്ല. അല്ല, അത്രയും അങ്ങനെ ചെയ്തിട്ട് ബാക്കിയാണെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ ജനിച്ചപ്പം മുതൽ ആ ഓർമ്മ വന്നില്ല? അങ്ങനെ അപ്പൊ നമ്മൾക്ക് ഭഗവാന്റെ ഇത് ചെയ്യാമല്ലോ. എന്തുകൊണ്ട് ഓർമ്മ വന്നില്ല? അതിന്റെ ഓരോ സമയമുണ്ട്. ആ സമയത്തിന് വെളിപ്പെടുത്തുള്ളൂ. അതിനൊരു കാരണമുണ്ട്. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് 10ാം ക്ലാസ്സിൽ സബ്ജക്ട് മാറ്റർ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. പക്ഷെ 1ാം ക്ലാസ്സിൽ പഠിപ്പിച്ചു കൊടുക്കില്ല. അതിന്റെ സമയമുണ്ട്. ഓരോരുത്തരും ഒരു മെച്യൂരിറ്റി സ്റ്റേജ് ഉണ്ട്. ആ സ്റ്റേജിലെ പറഞ്ഞു കൊടുക്കുള്ളൂ. അപ്പൊ അതിന് വെയിറ്റ് ചെയ്യണം, ക്ഷമ. ഞാൻ ജനിച്ച കുട്ടിനെ എനിക്ക് എല്ലാ അറിവുമാണെന്ന് പറഞ്ഞു നടക്കില്ല.
പ്രഭുപാദ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് കല്യാണം കഴിച്ചു, ഭാര്യ ഭർത്താവിനോട് പറയണം എനിക്കിത് കുട്ടി നാളെ വേണം. കാര്യം നടക്കും ഇല്ല, അതിന് മിനിമം ഒരു 9 മാസമെങ്കിലും വെയിറ്റ് ചെയ്യണം. അപ്പൊ എല്ലാം അതിൻ്റെതായിട്ടുള്ള ആ സമയ പക്വത വരുമ്പോ അതെല്ലാം സംഭവിക്കും. അപ്പൊ നമ്മളൊക്കെ ധ്യാനയോഗിയും ജ്ഞാനയോഗിയും കർമ്മയോഗിയും ഒക്കെ ആയിണ്ടായിരുന്നു ആദ്യം. തീർച്ചയായിട്ടും ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മള് ഈ എന്താ പറയാ ഭക്തിമാർഗം സ്വീകരിച്ചിരിക്കുന്നത്. പിന്നല്ല, ഭക്തിയിൽ ഇതെല്ലാം ഉണ്ട്. ഇനിയിപ്പോ അത് അയ്യോ ജ്ഞാനമാർഗം എനിക്കില്ലല്ലോ, അല്ലെങ്കിൽ ധ്യാനമാർഗം, ഇതിൽ ധ്യാനമുണ്ട്, കർമ്മമുണ്ട്, ജ്ഞാനമുണ്ട്, എല്ലാം അടങ്ങിയതാണ് ഭക്തിമാർഗം. നമ്മൾ മറക്കാതിരിക്കുക. അല്ല, ഇത് ഇത്രയും എന്താ പറയണ, വളരെ ചെറിയൊരു കാര്യം പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയും ചെറിയ കാര്യം നമ്മൾ ചെയ്താല് എന്തുകൊണ്ട് ഇത് ആകർഷണം വരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴും. ജന്മസുഹൃതം നമ്മളുടെ അവബോധം, കോൺഷ്യസ്നെസ്, ഓരോരുത്തരുടെ കോൺഷ്യസ്നെസ് അനുസരിച്ച് അതിനുള്ള ഇതേ കിട്ടുള്ളൂ. ഒരു TV റിസീവർ ഉണ്ട്. ആ റിസീവറുടെ കപ്പാസിറ്റി അനുസരിച്ച് TVയിലുള്ള ആ റിലേ സംഭവിക്കുള്ളൂ, ബ്രോഡ്കാസ്റ്റ്. ഓക്കെ, നമ്മളുടെ റിസീവിങ് കപ്പാസിറ്റി എങ്ങനെയാണ് അതനുസരിച്ച് ഭഗവാൻ നമുക്ക് തരുള്ളൂ. നമ്മൾ ഏത് ഗുണത്തിലാണ് അതനുസരിച്ച് തരുള്ളൂ. നമ്മൾ CEO ആണ്, മാനേജറാണ്, ക്ലർക്കാണ്, പ്യൂണാണ്, അതനുസരിച്ച് ശമ്പളം നമുക്ക് കിട്ടുള്ളൂ. എനിക്ക് ഒരു ക്ലർക്കാണെങ്കിൽ എനിക്ക് സിഒയുടെ ശമ്പളം കാരണം എന്ന് പറഞ്ഞാൽ നടക്കില്ല, ആഗ്രഹിക്കാൻ പറ്റുള്ളൂ. ആ ധ്യാനത്തിന്റെ പ്രോസസ്സ് നമുക്ക് മുന്നോട്ട് ഈ അധ്യായത്തിൽ നോക്കുമ്പോ എത്ര കഷ്ടപ്പെടുന്നുണ്ട് അല്ലെ. ആദ്യം തന്നെ എല്ലാത്തിനും ഉപേക്ഷിച്ചിട്ട് വേണം തന്നെ വന്നിരിക്കാൻ. അത് നമ്മളുടെ ഈ കാലത്ത് നമുക്ക് കഷ്ടപ്പാട്. സത്യയുഗത്തിൽ അവർക്ക് കഷ്ടപ്പാടായിരുന്നില്ല. അതിനുള്ള ശക്തിയും അതിനുള്ള ഇതെല്ലാം അവർക്ക് കിട്ടുമായിരുന്നു, അതിനുള്ള എനർജിയും ഊർജ്ജമൊക്കെ അവർക്കുണ്ട്. അപ്പൊ അത് അവരെ സംബന്ധിച്ചോളം അവർക്ക് ബുദ്ധിമുട്ടല്ല അന്നത്തെ കാലത്ത് ജീവിക്കുന്ന ആൾക്കാർക്ക്. ഇന്ന് ജീവിക്കുന്ന ആൾക്കാർക്ക് അത് ബുദ്ധിമുട്ടാണ്. ഇപ്പൊ എന്നോട് പറയാണ് ഒരു 100 കിലോ വെയിറ്റ് തൂക്കണം എന്ന് പറഞ്ഞാൽ എനിക്കത് ബുദ്ധിമുട്ടാണ്. ഒരു ഫയൽവാൻ ഒരു നല്ല അട്ടക്കട്ട ഒരാൾക്ക് ഒരു 100 കിലോ ഒന്നുമില്ല. അത്രേ ഉള്ളൂ, ആ വ്യത്യാസമാണ്. ഇന്നത്തെ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ശരിക്കും പഥ്യം പറയാണ്ടുള്ള മെഡിറ്റേഷൻ അല്ലേ ചെയ്യുന്നത്. യമനിയമങ്ങൾ പാലിച്ചിട്ട് വേണം അവിടെ ആയാലും ഇന്നായാലും ശരിക്കുള്ള ഭഗവാൻ പറയണ അഷ്ടാംഗ യോഗത്തിൽ വരണമെങ്കിലും പഥ്യം പറഞ്ഞാൽ ആരും വരില്ല. അതിന് അന്ന് 4 ഗുണങ്ങളുള്ള സമയമായിരുന്നു. സൊസൈറ്റി, സമൂഹം 4 പ്രിൻസിപ്പിളിലായിരുന്നു നിന്നിരുന്നത്. ഇന്ന് 4 തൂണുമില്ല, 3 ഉള്ളൂ. ഒന്നുള്ളത് ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുക, എപ്പോഴാ വീഴാന്നറിയില്ല. അതായത് കാളയുടെ 4 കാല്, 3 കാലും ഇല്ല, ഒരു കാലിലാണ് നിൽക്കുന്നത്. അപ്പൊ ആ വ്യത്യാസം ഉണ്ട് അന്നത്തെ ഇന്നത്തെ. സത്യം, ധർമ്മം, തപസ്, ശൗചം. ആ 3 യുഗത്തിലും അതുണ്ടായിരുന്നു അല്ലെ. കുറച്ച് കുറവില്ലേ ദ്വാപരയുഗത്തിൽ 2 പോയി, 3-ാമത്തെയും 4-ാമത്തെയും ഉണ്ട്. 3-ാമത്തെ ശോഷിച്ചു. കലിയുഗത്തിലെ 3 പോയി, 4-ാമത്തെ ശോഷിച്ചു. അതിങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ആദ്യത്തെ യുഗം കഴിയുന്ന സമയത്ത് 1-ാമത്തെ ശോഷിച്ചു. 2-ാമത്തെ യുഗത്തില് 1 കംപ്ലീറ്റ് പോയി, 3 എണ്ണമായി. 3-ാമത്തെ 2 പോയി, 1 1 ശോഷിച്ചു. അങ്ങനെ കലിയുഗത്തില് 1 കാലിലാണ്, അതും ശോഷിച്ചു. അതിങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ശൗചം എന്ന് പറയുന്നത് ശുദ്ധിയല്ലേ? ശുദ്ധി. അപ്പൊ ശുദ്ധി ഇല്ലാണ്ട് ടെമ്പിൾ വർഷിപ്പ് ചെയ്യാൻ പറ്റില്ല, ശുദ്ധി മസ്റ്റാണ്. അപ്പൊ ശൗച്യം എവിടെയാണ്? 3-ാമത്തെ യുഗത്തില്, ദ്വാപര യുഗത്തിൽ നശിച്ചു. പിന്നെ ബാക്കിയുള്ളത് സത്യം, അതും ആടിക്കൊണ്ടിരിക്കുകയാണ്. അത് കലിയുഗ ഇപ്പൊ തന്നെ അതില്ല പറയാം. എന്നാലും ചിലപ്പോ നിങ്ങളിപ്പോ ഞാൻ പറയാം നിങ്ങൾ 8:30 വരും പറഞ്ഞാൽ എനിക്കൊരു വിശ്വാസം നിങ്ങൾ 8:30 വരും എന്നുള്ളത്. ആ ഒരു വിശ്വാസം ഇപ്പോഴും ഉണ്ട്, ഒരു ട്രസ്റ്റ്, അതാണ് ട്രൂത്ത്. നമ്മളുടെ ഈ ഒരു യുഗം അടുത്ത സ്റ്റെപ്പ് ആകുമ്പോഴേക്കും കഴിഞ്ഞു. അങ്ങനെ കുറഞ്ഞു വരികയാണ്. എന്താ വെച്ചാല് ഇപ്പൊ കുറച്ച് നിലനിൽക്കാൻ കാരണം എന്ന് വെച്ചാൽ എല്ലാ കർത്താക്കളും ഫുൾ ഫ്രീഡം കൊടുത്തല്ലോ. അപ്പൊ അവർക്ക് ഭയം ഇല്ലാത്തത് കൊണ്ട് അവര് സത്യം പറയണം. മറ്റേത് ഭയത്തിലിരുന്നിട്ട് കുറെ നുണ പറഞ്ഞിട്ട് പിടിച്ചു നിൽക്കൂല്ലേ. ഇപ്പൊ എന്താ വെച്ചാൽ എല്ലാറ്റിനും ഇപ്പൊ
ഭാര്യയ്ക്കും ഭർത്താവിനും ആയാലും എങ്ങനെ വേണമെങ്കിലും നടക്കാം. 18 വയസ്സ് കഴിഞ്ഞാൽ അവർക്കും ഫ്രീ ആണ്. അതുകൊണ്ട് അവർക്ക് ഒളിച്ചു വെച്ച് നുണ പറയേണ്ട ആവശ്യം വരുന്നില്ല. ഫ്രീ ആണല്ലോ. അപ്പൊ സത്യം പറയണു. ആ ഒരു ഇതിലാണ് ഇപ്പൊ ഒരു കുറച്ചെങ്കിലും സത്യം എന്ന് പറയുന്നത് നിലനിൽക്കണം തോന്നുന്നു എനിക്ക്. മറ്റേത് കുറച്ച് ഭയപ്പെട്ടിട്ട് നുണ പറഞ്ഞിട്ടിരുന്നായിരുന്നു. ഒരു കുറച്ച് നമ്മുടെ മുന്നേ കുറച്ച് അങ്ങനെ ഉണ്ടായിരുന്നു. ഇത് കലികാലം പ്രോഗ്രസ് എന്നിടത്ത് എല്ലാം പോവും, എല്ലാം കൊളാപ്സ് ആവും, ഒന്നും ബാക്കി ഉണ്ടാവില്ല. പിന്നെ മൃഗങ്ങള് നമ്മളെക്കാളും എത്രയോ ബെറ്റർ ആയിട്ട് നിൽക്കും. അവർക്ക് അവരെക്കാൾ, അതായത് നമ്മളെക്കാളും എത്രയോ ബെറ്റർ സ്റ്റേജിലായിരിക്കും മൃഗങ്ങള്. നമ്മള് മൃഗങ്ങളെക്കാട്ടിലും താഴ്ന്ന നിലയിൽ പോകും. അല്ല പ്രഭു, അവർക്ക് ബെറ്റർ ആവാൻ പ്രത്യേകിച്ചൊന്നുമില്ലല്ലോ. അതന്നെ അതായത് അവര് നശിക്കില്ല, നമ്മള് നശിച്ച് മൃഗങ്ങളെക്കാളും താഴെ ലെവലിൽ പോകുന്നു പറയാ. മൃഗങ്ങള് പിന്നെ ഓക്കെ, അവര് ചെയ്യുന്ന ആ പ്രവൃത്തി ആ ചെയ്യുന്ന സമയത്ത് ചെയ്യും, അതിനെ ഒന്നും വ്യതിചലിച്ച് ചെയ്യില്ല. നമ്മളെല്ലാത്തിനും വ്യതിചലിച്ച് എല്ലാ അസംബന്ധങ്ങളും ചെയ്ത് എല്ലാം നാശത്തിന് വഴിവെച്ച് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യും. മൃഗങ്ങളെ പ്രകൃതി നിയമം ഫോളോ ചെയ്ത് പോകുന്ന ആൾക്കാരാണ്. അവർക്ക് അവനൊരു ഇന്റലിജൻസ് ഇല്ലാത്തത് കൊണ്ട് അവർക്ക് നാശം ഉണ്ടാവില്ല. നമ്മള് നാശം എപ്പോഴും ഉണ്ടായിരിക്കും. ഇപ്പൊ ഇവിടെ പറയണ ഒരു ഇതെന്ന് വെച്ചാൽ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ സന്യാസി ആവാന്നുള്ളതാണ്. മറ്റേത് എല്ലാം ഉപേക്ഷിച്ചിട്ട് പോയിട്ട് ഉള്ള സന്യാസിനേക്കാളും